പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല ദിവസത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ആദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ആൻറ്റി, എബനേസർ മലയാളം ഫെലോഷിപ്പ് ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നന്നായി, ദൈവം നന്നായി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന വലിയ സ്നേഹത്തിനായ സ്തോത്രം. ആൻറ്റി പറഞ്ഞതുപോലെ സൂസൻ ആൻറ്റിയാണ് എന്നെ ഫെബ ആൻറ്റിയോട് പരിചയപ്പെടുത്തിയത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിനായ സ്തോത്രം. ദൈവം നമ്മളെ എല്ലാവരെയും വ്യക്തിപരമായി അറിയുന്നു. നമ്മൾ പരസ്പരം അറിയുന്നില്ലെങ്കിലും കർത്താവിന്റെ സ്നേഹമാണ് നമ്മളെ ഒരുമിച്ച് കൂട്ടുന്നത്. കർത്താവിന്റെ സ്നേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വഴികളിലും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവാ. ഞാൻ എൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് പറയാം. ഞാൻ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ 2 കുഞ്ഞുങ്ങള്, എൻ്റെ ഇല്ലോസ്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ ഡൽഹിയിൽ ഞങ്ങളിവിടെയാണ് താമസിക്കുന്നത്. ഡൽഹിയിലാണ് സെറ്റിലായിരിക്കുന്നത്. ഇപ്പൊ നല്ല തണുപ്പിന്റെ സമയമാണ്. ദൈവമക്കൾ എല്ലാവരും ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഡൽഹിയിൽ നല്ല പൊല്യൂഷന്റെ ടൈമാണ്. ഞങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം ധാരാളമായി ഇന്നത്തെ ദിവസം നിങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിന്റെ ആത്മാവിൻ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, അപ്പാ, ഹല്ലേലൂയ. ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, പ്രിയ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവെ, എനിക്ക് വ്യക്തിപരമായി അറിയില്ലെങ്കിലും അപ്പൊ നന്നായി അറിയുന്നു. ഞങ്ങളുടെ എല്ലാവരുടെ പിതാവ് ഒന്നാകിയാൽ അപ്പൊ നന്നായി വ്യക്തിപരമായി അറിയുന്നതിനാൽ കർത്താവ് അവരുടെ ഹൃദയത്തെ അറിഞ്ഞ്, അവരുടെ മനസ്സിനെ അറിഞ്ഞ്, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവെ വ്യക്തമായി പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണമേ. അടിയൻ ഒന്നുമില്ല, ഏതുമില്ലെന്ന് അപ്പ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവകരങ്ങളിൽ അടിയനെ സമർപ്പിക്കുന്ന കർത്താവെ, അപ്പ നീ തന്നെ സംസാരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശുനാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ഒരു വാക്യം വായിക്കാം. എല്ലാവരും വചനം തുറക്കണമേ. ഉത്തമഗീതം 2-ാം അധ്യായം അതിന്റെ 10, 11, 12. ഹല്ലേലൂയ. എല്ലാരും ബൈബിൾ എടുക്കണമേ. ഉത്തമഗീതം 2-ാം അധ്യായം 10, 11, 12. ഞാൻ തന്നെ അത് വായിക്കാം. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ഹാലലൂയ. നമുക്കറിയാം, ഉത്തമഗീതം എന്നുള്ള ഈ ഒരു സോങ് ഓഫ് സോങ്സ് നമ്മുടെ സോളമൻ എഴുതിയതാ. ഇത് നമ്മുടെ കർത്താവിന്റെ സ്നേഹം, തന്റെ സഭയോടുള്ള സ്നേഹത്തെയാണ് ഇത് മുഴുവൻ കാണിക്കുന്നത്. സഭ എന്ന് പറയുന്ന ആരാ? നമ്മളാ. നമ്മുടെ ഓരോ സമയങ്ങളിലും കർത്താവ് നമ്മളെ ചേർത്ത് പിടിക്കുന്ന അനുഭവങ്ങളുണ്ട്. അതിലൊന്നാ നമ്മൾ 10-ാം വാക്യം വായിച്ചത്. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ പ്രിയെ എന്നാ വിളിച്ചേ. അപ്പൊ നമ്മുടെ 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 ഈ ഇതിലിരിക്കുന്ന ഒരു 100 ഡിവൈസ് ഞാൻ കാണുന്നുണ്ട്. ഇതിൽ ഓരോരുത്തരെയും കർത്താവ് ഇൻഡിവിജ്വലി വിളിക്കുന്നുണ്ട്. എന്റെ പ്രിയെ, എന്റെ പ്രിയെ എഴുന്നേൽക്ക. നമ്മൾ എവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഏത് അവസ്ഥയിൽ ഇരിക്കുവാണേലും, തണുപ്പിൽ, ഇപ്പൊ ഞങ്ങൾ ഡൽഹിയിലാ താമസിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡൽഹിയിൽ ഇപ്പൊ തണുപ്പിന്റെ സമയം, കാനഡ ഉള്ളവർ ജോലി ചെയ്തിട്ടുണ്ട്, അവർക്കും അറിയാം നല്ല തണുപ്പിന്റെ സമയം. എക്സ്ട്രീം തണുപ്പാകുമ്പം എല്ലാവർക്കും ഒരു മന്ദതയാ, ഒരു എനർജി ഇല്ല. എപ്പോഴും വിചാരിക്കും കുറച്ചും കൂടെ മൂടി പൊതിച്ച് കിടന്നാൽ എന്താ, കുറച്ചും കൂടെ അങ്ങ് ഒരു ക്ഷീണാവസ്ഥയാ, ഒരു മടുപ്പാണ്. പക്ഷെ കർത്താവ് പറയുന്നത്, എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയെ എഴുന്നേൽക്കാം, എന്റെ സുന്ദരി വരിക. ആരെയാ വിളിച്ചത്? സഭയാ വിളിച്ചേ. നമ്മൾ ആരാ? കർത്താവിന്റെ സഭയാ. കർത്താവിന്റെ സ്വന്തം, തന്റെ ചോര ഊറ്റിക്കൊടുത്ത് നമ്മളെ വിളിച്ച ഒരു കർത്താവാ, അല്ലെ? അങ്ങനെ നമ്മളെ വിളിച്ചിട്ട് അടുത്ത് വന്നിട്ട് പറയാ, എന്റെ പ്രിയെ എഴുന്നേൽക്ക. ഇപ്പൊ ഏത് അവസ്ഥയിൽ നിന്നാ, ഇപ്പൊ ഏതോ ഒരു അവസ്ഥയിൽ ഇരിക്കുക, അത് എഴുന്നേക്കാൻ പറ്റാത്തെ, അല്ലെ? നമ്മൾ എന്തിന്റെയോ പുറകില്, നമ്മൾ ഏതൊക്കെയോ അവസ്ഥകളിൽ നമ്മൾ വല്ലാതെ ഞെരുങ്ങി, വല്ലാതെ ബുദ്ധിമുട്ട്, വല്ലാതെ എന്തോ ഒരു നിരാശയുടെ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാ പറയുന്നത്, എഴുന്നേക്ക്. ഈ പ്രിയന്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സ്വന്തം അപ്പന്റെ ശബ്ദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ശബ്ദം തന്നെ എന്നാ ഭയങ്കര ശബ്ദമാണ്. നമ്മളെ ഒന്ന് ഉയർത്തുന്ന, നമ്മുടെ അകത്ത വേദനകളെയൊക്കെ പറിച്ചു മാറ്റുന്ന ഒരു ശബ്ദമാണ് കർത്താവിന്റെ ശബ്ദം, അല്ലേ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നിരാശകൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം പാപത്തിന്റെ ബുദ്ധിമുട്ട്, പാപത്തിന്റെ അടിമയായി കിടക്കുന്ന സമയത്തും കർത്താവിന്റെ വിളി കേട്ടിട്ടല്ലേ നമ്മളും ഈ കർത്താവിലേക്ക് വന്നത്. നമ്മൾ ജനിച്ചപ്പോഴേ നമ്മൾ വിശുദ്ധരായിരുന്നോ? അല്ല. നമ്മൾ ജനിച്ചപ്പോഴും പാപമില്ലായിരുന്നോ? നമ്മൾ ജീവിച്ചപ്പം പാപമില്ലായിരുന്നോ? യൗവനത്തിൽ പാപമില്ലായിരുന്നോ? ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന്റെ വിളി നമ്മൾ കേട്ടപ്പം എന്ത് പറ്റി? ആ വിളിയിൽ ഒരു
പ്യാർ അല്ല വെളിയിൽ ഒരു സ്നേഹം. ആ സ്നേഹത്തിന്റെ ആ ഒരു മഹത്വത്തിലാ നമ്മൾ ആ മഹത്വത്തിൽ നമ്മൾ തിരിച്ച് കർത്താവിന്റെ സ്നേഹം നമ്മൾ രുചിച്ചറിഞ്ഞു അല്ലെ. നമ്മളിങ്ങനെ രുചിച്ചറിഞ്ഞത് കൊണ്ടല്ലേ നമുക്ക് അടുത്ത് വരാൻ പറ്റുന്നത്. കർത്താവ് വിളിക്കുമ്പോഴൊക്കെ അടുത്ത് വന്നിരിക്കാൻ എങ്ങനെയാ പറ്റുന്നത്? അവന്റെ വിളിയെ നമ്മൾ കേട്ടിരുന്നു ഒരിക്കൽ. എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. എഴുന്നേൽക്ക എന്ന് പറയുമ്പം എന്തോ ആത്മീക അലസത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തോ പാപത്തിന്റെ കണിക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു എഴുന്നേൽപ്പ് നമുക്ക് ആവശ്യമാണ് അല്ലെ. തീർച്ചയായിട്ടും നമ്മളോട് കർത്താവ് പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലാണ് നമ്മളോട് വചനത്തിൽ കൂടെ ഒക്കെ ഇടപെട്ടപ്പോഴൊക്കെ പിന്നെ നമ്മളോട് സംസാരിച്ചിട്ടുള്ള ചില വചനങ്ങൾ ഞാൻ ആ വചനങ്ങളെ കൊണ്ട് ഉദ്ധരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഉറങ്ങുന്നവരെ ഉറങ്ങുന്നവരുടെ നിഴയിൽ നിന്ന് എണ്ണിക്കാൻ പറയുന്നുണ്ട് അല്ലെ. നമുക്കറിയാം എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് അത് പറയുന്നത്. 5-ാം വാക്യം, അതിന്റെ 14-ാം വാക്യം. സോറി. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്നാ ചൊല്ലുന്നു. ആമേൻ ആമേൻ. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഉറങ്ങിയിരിക്കുന്ന സഹസ്ഥലത്തു നിന്ന് നമുക്ക് ഒന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റ് എന്ത് പറ്റും? എഴുന്നേറ്റ് സംഭവിക്കുന്ന എന്താ? ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പൊ ഒരു പ്രകാശം നമ്മുടെ മേളിലേക്ക് വരും അല്ലെ. ആ ഒരു പ്രകാശം വന്നെങ്കിലാണ് ആ ഉറക്കമൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രയാസങ്ങൾ എനിക്കറിയാം. ഞാൻ എന്റെ ജീവിതത്തിൽ പല വേദനകൾ അനുഭവിച്ചവളാ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെറുതായിട്ടൊന്ന് പറയും, അകത്ത് പറയും, ഓ എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിച്ച്, ഇങ്ങനാണല്ലോ അങ്ങനാണല്ലോ എന്നൊക്കെ നമ്മളൊന്ന് മടുപ്പും അല്ലെ. ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചു, കുറെ നാൾ കൊണ്ട് ഉപവസിച്ചു, കുറെ പ്രാർത്ഥിച്ചു, എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു. പക്ഷെ എന്താ ഇതിനൊരു നീക്കുപോക്കില്ലല്ലോ, ഒരു മന്ദത. ആ മന്ദതയിൽ നിന്നൊന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ആദ്യം കർത്താവ് നമ്മളെ വിളിച്ചു. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് കർത്താവ് ചെയ്തു. എന്ത് ചെയ്തു? മകളെ, എന്റെ പ്രിയ സുന്ദരിയെ, നീ എഴുന്നേറ്റേ. പക്ഷെ എഴുന്നേക്കാൻ പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ വെക്കണം ഇല്ലേ. ഒരു അനുസരണം നമുക്ക് ഉണ്ടാകണം. കർത്താവ് എന്ത് പറയുന്നു അത് അനുസരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോഴാണ് കർത്താവിന്റെ വലിയ കരം നമ്മുടെ മുകളിലോട്ട് വരുന്നത്. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നത്, എന്റെ പ്രിയ എഴുന്നേക്ക, എന്റെ സുന്ദരി വരിക. എങ്ങോട്ടാ വരണ്ടേ? എന്തോ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് നമ്മളോട് നല്ലൊരു ഫെലോഷിപ്പ് ആഗ്രഹിക്കുന്നു അല്ലെ. കർത്താവിനോട് അടുത്തിരിക്കുന്ന, എന്താ പറയുന്നത്, അപ്പൻ ആഗ്രഹിക്കുന്ന ഒരു ഇഷ്ടത്തിലോട്ട് അടുത്ത് വരുന്നതാ കർത്താവിന് ഇഷ്ടം. അല്ലാതെ അനുസരിക്കുന്ന മക്കളെയല്ല. നമ്മുടെ മക്കളാണേലും അനുസരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഒരു പ്രത്യേക സ്നേഹമില്ലേ? നമുക്കുണ്ട് ഇല്ലേ? നമ്മൾ പറഞ്ഞ അവൻ കേൾക്കും. ഒരു പ്രത്യേക ഒരു ഇഷ്ടം ദൈവം ആ കുഞ്ഞിനോട് പറഞ്ഞു നോക്ക്. അവനോട് ഒരു കാര്യം പറഞ്ഞ് അവൻ നന്നായിട്ട് ചെയ്യും. നമ്മുടെ മനസ്സിനകത്തും ഉണ്ട്. അതുപോലെ കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളിൽ എന്തെങ്കിലും കർത്താവ് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാതിരുന്നാല് കർത്താവ് പറയും, ദൈവമേ, ഞാൻ ഈ മോളോട് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇവൾ അങ്ങോട്ട് അനുസരിക്കുന്നില്ല, ഇന്ന ഒരു കാര്യം ചെയ്യും, ചെറിയൊരു പണിഷ്മെന്റ് കൊടുത്തേക്കാം, അതിലൂടെ അവൾ അങ്ങ് തിരിച്ചു വരുന്നെങ്കിൽ വരട്ടെ. കാരണം നമ്മളെ മോൾഡ് ചെയ്യുന്ന അങ്ങനെ കേട്ടോ. നമ്മൾ ചിലപ്പം വിചാരിക്കും നമ്മൾ സ്വയമായിട്ട് നമ്മളങ്ങ് പ്രാർത്ഥിച്ചു, ഞാൻ ഭയങ്കരമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. പറ്റത്തില്ല, അത് നടക്കത്തില്ല. എന്താണെന്നറിയാമോ? നമുക്ക് കർത്താവിൽ വസിച്ചിട്ടല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റും. അപ്പനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് ഏതാണ്ട് നടക്കുമെന്ന്. നടക്കുന്ന പരിപാടിയേ ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് വിളിക്കുക, എന്റെ പ്രിയെ, നീ എഴുന്നേക്കാൻ പറഞ്ഞ ഒരു തവണ, കർത്താവെ, ഞാൻ ഏത് വിധമായി എഴുന്നേക്കണ്ടേ? ഞാൻ ചെയ്യണ്ടേ? എന്നോടുള്ള ദൈവിക വാഗ്ദത്തം എന്തുവാ? ഏത് രീതിയിലാണ് ഞാൻ നിന്റെ വചനത്തോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്? എന്നോടൊന്ന് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവ് എന്നോടൊന്ന് ഇടപെടണേ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുമ്പം പരിശുദ്ധാത്മാവ് പറയും, നീ എഴുന്നേറ്റ് മാത്രം പോരാ, വരണം. ഇങ്ങോട്ട് വരണം, എന്റെ ഒപ്പം വരണം, എന്റെ അടുത്തൊന്ന് ഇരിക്കണം, എന്റെ വചനം ഒന്ന് ധ്യാനിക്കണം. വചനത്തിന്റെ ആഴങ്ങളൊക്കെ ഞാൻ നിന്നോട് സംസാരിക്കാൻ തയ്യാറാ. ഒന്ന് അടുത്ത് വന്ന 2 സ്റ്റെപ്പ് കൂടെ വരുന്നവന് നമ്മുടെ കർത്താവ് അല്ലെ. നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ കർത്താവ് 2 സ്റ്റെപ്പ് വെക്കും. നമ്മൾ പണ്ടൊക്കെ പസ്റ്റർമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളോട് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ നമുക്ക് വേണ്ടി 2 സ്റ്റെപ്പ് കൂടുതൽ വെച്ച് തരുന്ന, നമുക്ക്
വേണ്ടി ഒന്നുകൂടെ ആ ഒരു കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു നല്ല അപ്പന്റെ സാന്നിധ്യത്തിലല്ലേ നമ്മൾ വന്ന് ഇരിക്കുന്നത്. ഒന്ന് സടകുടഞ്ഞ് ഇല്ല ഞാനൊന്ന് എണ്ണീക്കുക, എനിക്കൊന്ന് കേൾക്കണം, എന്റെ കർത്താവപ്പച്ചൻ പറയുന്നതൊക്കെ എനിക്കൊന്ന് കേൾക്കണം, എനിക്കൊന്ന് മനസ്സിലാക്കണം, ഈ വചനം എന്തോ പറയുന്നതെന്ന് എനിക്കൊന്ന് അറിഞ്ഞേ പറ്റൂ, അപ്പന്റെ ഇഷ്ടം എന്തുവാ എന്റെ ജീവിതത്തെ കുറിച്ച് ഞാനൊന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് എഴുന്നേക്കും. അങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോ അടുത്ത കർത്താവ് പറഞ്ഞേക്കണം, ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, അടുത്ത സമയം, അതായത് ഒരു സീസൺ മാറുന്നതിന്റെ കാര്യമാണ് പറയുന്നത്. തണുപ്പിന്റെ അവസ്ഥ, മന്ദതയുടെ അവസ്ഥ, ഇല്ലായ്മയുടെ അവസ്ഥ, നിരാശയുടെ അവസ്ഥ, എന്തൊക്കെയോ മനസ്സിനകത്ത് കൊടും ഭാരം കൊണ്ട് നടക്കുന്ന ആ അവസ്ഥ മാറിപ്പോയി. അത് മാറിപ്പോയിട്ട് എന്തോ സംഭവിക്കുന്നതെന്നറിയോ? മഴയും മാറിപ്പോയി, ശീതകാലവും കഴിഞ്ഞു. നമുക്കറിയാം ശീതകാലം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഈ ശീതകാലത്തിന്റെ പ്രത്യേകത നമ്മളെ അങ്ങ് കിടത്തും, നമുക്ക് ഭയങ്കര ഒരു ക്ഷീണം തോന്നും, കുറച്ചും കൂടെ ഉറങ്ങി ആസ്വദിക്കാം, അല്ലെ കുറച്ചും കൂടെ എന്തെങ്കിലും കാര്യങ്ങൾ, അങ്ങനെ ഒരു മന്ദത ഉണ്ടാക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു ഷിഫ്റ്റ് നമ്മുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് വരുത്തുക. അതായത് ഒരു തണുപ്പിന്റെ അവസ്ഥയിൽ നിന്ന് ആ ശീതകാലത്തെ ആ സീസൺ അവിടെ എൻഡ് ചെയ്തിട്ട് മഴയും മാറിപ്പോലോ. നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ആരോട് ചോദിച്ചാലും പറയും, എന്റെ ജീവിതത്തിലും ഒത്തിരി കാർമേഘങ്ങൾ പെയ്തിട്ടുണ്ട് അല്ലെ, ഒത്തിരി കോരിച്ചൊരിയുന്ന മഴ പെയ്ത അനുഭവങ്ങളില്ലേ? ഉണ്ടല്ലോ. ആരോട് ചോദിച്ചാലും പറയാൻ കാണും, കഷ്ടത ഉണ്ടായിരുന്നു, നിന്ദയുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു, പക്ഷെ നടത്തിയത് എന്റെ കർത്താവാ, എന്റെ കർത്താവ് എന്റെ കൈക്ക് പിടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പറയാൻ, എന്നോട് മാത്രം ചോദിച്ചാൽ ഒക്കത്തില്ല, നിങ്ങളോട് ചോദിച്ചാലും ഓരോരുത്തർക്കും ഒന്ന് മൈക്ക് കിട്ടിയാൽ പറയാൻ റെഡി ആയിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ അത്രമേൽ കഷ്ടപ്പാടുകളൊക്കെ കണ്ടവരായിരിക്കും ക്രിസ്തുവിനെ അറിഞ്ഞവര്. കാരണം ക്രിസ്തുവിനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? കഷ്ടത. അതാ വചനം പറയുന്നേ, ഞാൻ എന്റെ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തുകൊണ്ട് ആ കഷ്ടങ്ങളൊക്കെ വന്നത്? അവന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം എനിക്ക് കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമാക്കി തീർത്ത ഒരു നല്ല ദൈവത്തെ നമ്മൾ സേവിക്കുന്ന. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവന്റെ സ്നേഹത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അത് കഴിഞ്ഞ് പറയുക, ആ മഴയും മാറിപ്പോയല്ലോ, മഴ പെയ്യുമ്പം, നല്ലൊരു മഴ പെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നടന്നു പോവുകയാണെ കുട ചൂടി പോകുന്നവർ എന്ത് ചെയ്യും? ഒന്ന് ഒതുങ്ങി നിൽക്കും, ഒരു സ്ഥലത്തോട്ട്, ഒരു മഴ ചാറലടിക്കാത്ത ഒരു സ്ഥലത്തോട്ട് മാറി നിൽക്കും. അതായത് ഒരു സ്റ്റാഗ്നൻസി, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ മരവിപ്പിക്കുന്ന എന്തോ ഒന്ന് അല്ലെ, നമുക്ക് എന്തോ മുന്നോട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നമ്മളെ പിടിച്ചു നിർത്തുമോ? മഴ ഒരു തടസ്സമായിട്ട് വന്നിട്ട് നമ്മൾ അവിടെ പിടിച്ചു നിർത്തി. അപ്പം ഇപ്പൊ ഒരു ആത്മീയ കാര്യത്തിലായിരിക്കും, ഞാൻ ഇന്ന് ഇപ്പൊ ഡിസംബർ 10-ാം തീയതിയായി, ഞാൻ കഴിഞ്ഞ ഡിസംബർ 25-ന്റെ ഫസ്റ്റ് ജാനുവരിയിൽ ഒരു ഡിസിഷൻ എടുത്തു, ഞാൻ ഇന്ന പോലൊക്കെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. പക്ഷെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, 25-ന്റെ അവസാനം എത്തുന്നു, നിങ്ങൾ എന്തോ ചെയ്തു? എന്നോടുള്ള കാര്യത്തിലും എനിക്കും തീർക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ അടുത്തുമുണ്ട്. അപ്പം നമുക്ക് ആ ഒരു മഴയുടെ കാര്യം വരുമ്പം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഗ്നൻസി, അല്ലെങ്കിൽ ഒരു ഡോർമെന്റ് പീരീഡ്, നമുക്കറിയാം ഒരു സീഡ് ഇട്ട് കഴിയുമ്പോൾ അതിനൊരു ഒരു ഒരു സമയം, ഉറക്കത്തിന്റെ സമയമുണ്ട് അല്ലെ, അത് പുറത്തോട്ട് വരുന്നിടം വരെ അകത്ത് ആ മണ്ണിന്റെ അടി കിടന്നിട്ട് ഉറങ്ങുന്ന ഒരു സമയം. അതിന് തക്ക സമയത്ത് മഴ കിട്ടി, വെയിൽ കിട്ടി, അത് വളർന്ന് വലുതാകുന്നത് പോലെ നമ്മുടെ ലൈഫിൽ ഈ ഡോർമെന്റ് പീരീഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഉറങ്ങുന്ന ഈ സമയം ഉണ്ടല്ലോ, നമ്മൾ നിരാശയുടെ പടിക്കുഴിയിൽ ഇങ്ങനെ അകത്ത് വെച്ച് കിടക്കുന്ന ആ സമയം ഉണ്ടല്ലോ, കർത്താവ് പറയുന്നു, നീ നീ പുറത്ത് വാ. കാരണം എന്നാന്നറിയാമോ? അതിന്റെ സമയം കഴിഞ്ഞു, ദ സീസൺ കഴിഞ്ഞു, ആ കരച്ചിലിന്റെ സമയം കഴിഞ്ഞു, നിരാശയുടെ സമയം കഴിഞ്ഞു, വേദനയുടെ സമയം കഴിഞ്ഞു. നീ ഉറങ്ങി ആസ്വദിച്ച് മതി. ഇനി ഒരു കാര്യം ചെയ്യ, നീ എഴുന്നേക്ക്, നീ ഒരു കാര്യം ചെയ്യണം, നീ എഴുന്നേറ്റിട്ട് എന്റെ അടുത്തൊന്ന് ഇരിക്കണം, വരണം, എന്റെ അടുത്തോട്ടൊന്ന് വരണം, ഈ വചനം ഒന്ന് എടുക്കണം, ഒന്ന് വായിക്കണം, ഞാൻ നിന്നോട് സംസാരിക്കാം, കൃത്യമായി സംസാരിക്കാം. നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കാൻ ഒരിക്കലും പിശാചിന് ഇഷ്ടമല്ല. നമ്മള് പ്രാർത്ഥിക്കാം, മണിക്കൂറുകൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റും, എന്നാൽ വചനം ധ്യാനിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നും ഒരു സമയത്ത് വചനം ധ്യാനിക്കാൻ നിങ്ങളൊന്ന് ഇരുന്ന് നോക്ക്. എന്റെ ജീവിതത്തിൽ അനുഭവമാ, വചനം ധ്യാനിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും ഒരു 100 കൂട്ടം ഫോൺ വരുന്നത്, അല്ലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സപ്പെടുത്തും. എന്താണെന്നറിയാം? പിശാചിനറിയാം ഈ വചനം ജീവനുള്ള ദൈവമാണ്, അറിയാമോ? അതുകൊണ്ടാ ജീവനുള്ള ദൈവത്തിന്റെ അടുത്തിരുന്ന് വചനം കേൾക്കുമ്പോൾ, നമ്മൾ അത് ശ്രവിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് അതിനെ വഹിക്കുമ്പം പിശാചിനറിയാം എന്റെ അടുത്തു നിന്ന് ഇവൻ വഴുതി പോകും.
എനിക്ക് പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. അപ്പൊ പ്രാർത്ഥിക്കാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നാ പറ്റും. നമുക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. നമ്മള് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കാം. നമ്മള് പ്രാർത്ഥിക്കും മണിക്കൂറുകള്. പക്ഷേ എന്നാൽ വചനം ധ്യാനിക്കാൻ പിശാച് സമ്മതിക്കത്തില്ല. പിശാച് സമ്മതിക്കത്തില്ല. നിങ്ങൾ ഇതിന്റെ ആഴം മനസ്സിലാക്കിക്കോ. നിങ്ങൾ എണ്ണീറ്റിരുന്നിട്ട് എന്റെ കർത്താവിന്റെ വചനം ഞാൻ ധ്യാനിക്കും. എനിക്ക് ചുമ്മാ വായിച്ചു വിടാനുള്ള ബാലരമയോ മനോരമയോ ഒന്നും അല്ല ഇത്. ഇത് എന്റെ ദൈവത്താൽ എനിക്ക് എഴുതപ്പെട്ട ഏതോ എന്റെ കർത്താവിന്റെ ശ്വാസത്താൽ എഴുതപ്പെട്ട വചനമാണ്. ഇതെനിക്ക് ധ്യാനിക്കാനുള്ളതാ. ഹല്ലേലൂയ. അങ്ങനെ ഈ മന്ദത അകന്ന് ഒന്ന് എണ്ണിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മൾ പാടി. ഈ പാടിയപ്പോഴൊക്കെ പറഞ്ഞത് എന്റെ സ്നേഹം നിനക്ക് മാത്രം. നമ്മൾ പാടിയില്ലേ? നമുക്കറിയാം, എന്റെ കർത്താവേ, എന്റെ സ്നേഹത്തെ മുഴുവനായി ഞാൻ നിനക്ക് തരുന്നു. ഒന്നുകൂടെ എനിക്ക് പുതുക്കപ്പെടണം. ഒന്നും കൂടെ അങ്ങയുടെ ആഴത്തിൽ എനിക്കൊന്ന് അറിയണം. അപ്പന്റെ ഇഷ്ടം എന്തുവെന്ന് എനിക്കൊന്ന് അറിയണം. ഞാൻ എന്റെ ലൈഫിനെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ അന്ത്യകാലം വന്നിരിക്കുക. ഇനി അടുത്തിരിക്കാൻ നമുക്ക് സമയമില്ല. ഒട്ടും സമയമില്ല. ഇത് നോഹയുടെ കാലമാ. പെട്ടകം അടച്ചു, അകത്ത് കേറി, മഴ പെയ്യും, പെട്ടകം പൊങ്ങും. ഒരു സമയം നിൽക്കുക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? നമുക്ക് എഴുന്നേക്കണം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് വരണം. ആ വചനം ഒന്ന് തുറക്കണം, എന്നിട്ടൊന്ന് വായിക്കണം. അപ്പൊ കർത്താവ് എന്ത് ചെയ്യും? തമ്മിൽ സംസാരിക്കാൻ തുടങ്ങും, നമ്മളോട് ഇടപെടാൻ തുടങ്ങും. എന്നിട്ടോ അടുത്ത കാര്യം, അടുത്തത് ഒരു വസന്തകാലം. ഹല്ലേലൂയ. നമ്മൾ കേട്ട വചനങ്ങൾ ഇത്രയും നാളുകൊണ്ട് നമ്മൾ കേട്ട വാഗ്ദത്തങ്ങളില്ലേ? എത്രയോ എത്രയോ വാഗ്ദത്തങ്ങൾ നിങ്ങളോട് ഓരോരുത്തരോട് കർത്താവ് സംസാരിച്ചിട്ടുണ്ടാകും. എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അനാവധി വാഗ്ദത്തങ്ങൾ മുന്നേ കിടക്കുക. ഈ വാഗ്ദത്തങ്ങളൊക്കെയും ചിലതൊന്നും നമ്മുടെ മുകളിൽ തുറന്നു വന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ല. പക്ഷേ ആ വാഗ്ദത്തം മാറിപ്പോയോ? വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ വാഗ്ദത്തം എപ്പോഴേലും മാറിയിട്ടുണ്ടോ? അവന്റെ വാക്കുകൾ എപ്പോഴെങ്കിലും നോന്ന് വന്നോ? ഇല്ല. പറഞ്ഞത് നിന്നെ അനുഗ്രഹിക്കാം. ആ വാഗ്ദത്തമാ. എന്നിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാന. അത് വാഗ്ദത്തമാ. അത് മാറത്തില്ല. നമ്മളാ മാറിപ്പോന്നെ. നമുക്കാ മാറ്റം. മനുഷ്യനാ നമ്മള്. പക്ഷേ കർത്താവിന്റെ വാഗ്ദത്തത്തിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, എന്നാ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കണ്ടെത്തും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും? നമുക്കൊരു വിശ്വസ്തനുണ്ടെന്നേ. അവന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരത്തില്ല. പലപ്പോഴും നമ്മുടെ വിശ്വസ്തതയ്ക്ക് ആ ഭംഗം വരുന്നേ. പക്ഷേ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും ഭംഗം വരത്തില്ല. പറഞ്ഞ വാഗ്ദത്തം ഇത്രയും നാള് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ഓരോ വാഗ്ദത്തങ്ങളുണ്ടല്ലോ, ആ വാഗ്ദത്തങ്ങൾ നടക്കാതെ പോകത്തില്ല. അതിന് യാതൊരു മാറ്റവുമില്ല. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കാര്യങ്ങളിൽ കർത്താവ് ഒരു തീർപ്പ് കൽപ്പിക്കുമെന്ന്, അല്ലെ നിങ്ങൾക്കൊരു രോഗസൗഖ്യം തരുമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഒരു പ്രൊമോഷൻ തരുമെന്ന്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡാണെങ്കിൽ അതിൽ ഞാൻ ചെയ്തു തരാമെന്നൊരു വാഗ്ദത്തം, ഒരു വാക്ക് നിങ്ങൾ ആത്മീക മണ്ഡലത്തിൽ നിങ്ങൾ അകത്ത മനുഷ്യനെ നിങ്ങൾ കേട്ടതാണെങ്കിൽ നിങ്ങൾ ഉറച്ചു അതിന് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നേ ഉള്ളൂ. അതിനൊരു മാറ്റമില്ല. എന്താ ചില കാര്യങ്ങൾ താമസിക്കുന്നതെന്നറിയാമോ? പലപ്പോഴും നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ട് സംസാരിക്കും. നമ്മുടെ വാക്കിനകത്ത് ഭയങ്കര ശക്തിയാ. പല വാക്കുകളും നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ചിലപ്പോ ജീവനും മരണവും നമ്മുടെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ഉറപ്പോടെ വിശ്വസിച്ച്, ഒന്നും കാണാനില്ലാത്തപ്പോഴും ഉറപ്പോടെ പറയണം, ഇല്ല, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യാൻ ശക്തനാ. ആശയ്ക്കെതിരായി ആശയോടെ വിശ്വസിച്ച് ഉറപ്പോടെ പറയണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കാൻ, എനിക്ക് വേണ്ടി ചെയ്യാൻ, എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ കഴിവുള്ളവനാ. ഉറപ്പോടെ പറ. അത് പിശാചൊന്ന് കേക്കട്ടെ, അവൻ കേക്കട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം നമ്മൾ ദൈവ മക്കളാ, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം പുത്രിമാരാ. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇതിലെല്ലാം കൂടുതൽ സ്ത്രീകളാണെന്നാ എനിക്ക് മനസ്സിലായത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ പോലെ ഭാഗ്യം ചെയ്തവർ വേറെ ആരുമില്ല. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾക്കാ എബിലിറ്റി, എന്തെല്ലാം കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട്, അല്ലെ? ദൈവം തന്നില്ലേ? ഒരു പുരുഷൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പല കാര്യങ്ങളും മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള എബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, അല്ലെ? പലതിനെ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും താണു കൊടുക്കാനും ഒക്കെയും ആ ഒരു കഴിവും കൂടെ കർത്താവ് നമുക്ക് തന്നു. അതുകൊണ്ടല്ലേ പല കാര്യങ്ങളിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ത്രീകളോട് കർത്താവ് പല മെസ്സേജും കൊടുത്തിട്ടുണ്ട്, അല്ലെ? ദൈവത്തിന്റെ സ്നേഹമുണ്ട് നമ്മളോട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മള് കർത്താവിന്റെ അടുത്തിരിക്കുന്നത് കർത്താവിന് ഭയങ്കര ഇഷ്ടമാ. കർത്താവ് അതുകൊണ്ട് വിളിച്ച് എന്റെ പ്രിയേ,
എഴുന്നേൽക്ക, വരിക. കണ്ടോ, ശീതകാലം കഴിഞ്ഞിരിക്കുന്നു, മഴയും മാറിപ്പോയല്ലോ. ഇനി എന്താ വരുന്നതെന്നറിയോ? ഭൂമിയിൽ പുഷ്പങ്ങൾ കാണാൻ വന്നു. കണ്ടോ, പുഷ്പങ്ങൾ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ ഞാനൊരു ഗാർഡനർ ആണെങ്കിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പെണ്ണുങ്ങളായതുകൊണ്ട് പറയാ, നമുക്ക് എല്ലാവരുടെ മനസ്സിനകത്ത് കുറെ ചെടികളൊക്കെ നടാനൊക്കെ ഇഷ്ടമായിരിക്കും. നമ്മുടെ വീട് ബ്യൂട്ടിഫുൾ ആക്കി വെക്കാൻ വേണ്ടി പ്ലാന്റ്സ് നമ്മൾ ഉണ്ടാക്കും. ആ പ്ലാന്റ്സ് നമ്മളിപ്പം ഒരു റോസ്, എക്സാമ്പിൾ ഒരു റോസ് ആണ്, നമ്മൾ വെച്ചു. റോസ് വെച്ചിട്ട് നമ്മൾ കാത്തിരിക്കുന്ന എന്താ? അതിനകത്ത് ഒരു പൂ ഉണ്ടാവണം, ഇല്ലേ? നമ്മൾ അതിന് വെള്ളം ഒഴിക്കുന്നു, വളമിടുന്നു, എന്നിട്ട് നമ്മൾ എന്നും പോയി നോക്കും, അതിന്റെ ഇലക്കകത്ത് പുഴു വന്നല്ലോ, അതിനെ എടുത്ത് കളയുന്നു. അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് പല കാര്യങ്ങളാ. എന്നിട്ട് നമ്മൾ ചിന്തിക്കും, ഇത് എന്നാ ഇത് മുട്ടിട്ട് വരുന്നേ, മുട്ടിട്ട് കഴിഞ്ഞാൽ അത് എന്നാ ഒന്ന് വിരിഞ്ഞ് കാണുന്നേ. ഇത് നമ്മുടെ മനസ്സിലൊരു ഇഷ്ടമാണ്, അല്ലെ? അപ്പൊ അതുപോലെ കർത്താവ് നമ്മളെ പ്ലാന്റ് ചെയ്തേക്കും. എവിടെ? ഈ സഭയാകുന്ന ഈ തോട്ടത്തിനകത്ത് പ്ലാന്റ് ചെയ്തേക്കുന്ന ഓരോ പ്ലാന്റ്സാ. അപ്പൊ ഇതെല്ലാം ഒത്തിരി പ്രഷ്യസാ. നമ്മൾ വിചാരിക്കും നമ്മളെ ഒന്നിനും കൊള്ളത്തില്ലെന്ന്. പക്ഷെ കർത്താവ് ചെന്ന അല്ല മോളെ, നിന്നെ കൊള്ളാം, നിന്നെ എനിക്ക് ഇഷ്ടമാ, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഇങ്ങോട്ട് ഒരു മുട്ട് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവാ, ആ മുട്ട് വിടരുന്ന ഒന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുക. കർത്താപ്പച്ചൻ അങ്ങനെയാ പറയുന്നത്. അപ്പൊ ഈ പുഷ്പങ്ങൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷത്തിന്റെ സമയം, അല്ലെ? നമുക്കറിയാം, നമ്മൾ വളർത്തിയ ചെടിക്കകത്ത് ഒരു പൂ ഉണ്ടായി വരുമ്പോ നമ്മൾ അതിനെ നോക്കും, അത് നല്ലതായിട്ടൊന്ന് പോയി മണക്കും, അല്ലേ? അപ്പൊ കർത്താവൻ ചെയ്യുന്ന പണി എന്നറിയാമോ? ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയായി നമ്മൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുമ്പോൾ കർത്താവ് അതങ്ങോട്ട് മണക്കുന്നേ. ഹല്ലേലൂയ. ഇതിന്റെ ആഴം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ പുഷ്പങ്ങൾ കാണാനായി വന്നു, അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. അപ്പൊ പുഷ്പങ്ങൾ കാണായി വരുന്നു എന്ന് പറഞ്ഞ ആത്മീക അനുഗ്രഹങ്ങളുടെ സമയമാ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കർത്താവിന്റെ വിളി കേട്ടു, നമ്മളത് എഴുന്നേറ്റു, കർത്താവിന്റെ അടുത്ത് ചെന്നു, കർത്താവിനോട് സംസാരിച്ചു, കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സീസണാണ് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് കർത്താവിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ പ്രതിഫലം, എന്തൊക്കെയോ പ്രൊഡക്റ്റ്, അല്ലെ? നമ്മളെ കർത്താവ് വെച്ചേക്കുന്ന എന്തായിട്ടാ? ഒരു പിന്നെ മുന്തിരിത്തോട്ടത്തെ പോലെയല്ലേ? അത് ഏതെങ്കിലും വേറെ എന്തെങ്കിലും തോട്ടം പോലെയാണോ കർത്താവ് ഉപമിച്ചേക്കുന്നത്? അല്ല, എന്തൊക്കെയോ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിട്ടാ കർത്താവ് നമ്മളെ ഉപമിച്ചേക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ കണ്ണിൽ ഭയങ്കര പ്രശസ്ത. ലോകക്കാര് മുഴുവൻ കൂടെ പറയ ഒന്നിനും കൊള്ളത്തില്ല, കാശിന് കൊള്ളത്തില്ല, പറഞ്ഞാലും ഞാൻ പറയാണ്, ഉറച്ചോ ഇന്ന്. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്റെ കണ്ണിൽ വിലയേറിയവനാ, വിലയില്ലാത്തവനല്ല. കാരണം അതുകൊണ്ടാ പറഞ്ഞ, ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാളും വലുതത്രേ. ഹല്ലേലൂയ. അപ്പൊ എന്റെ ആത്മാവിന് വിലയുണ്ടല്ലേ? നിമ്മി ജോസ് എന്ന് പറയുന്ന ആന്റിയുടെ ആത്മാവിന് വിലയുണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഓരോരുത്തരെയും കർത്താവിന് വിലയുള്ളവരാ. മറ്റുള്ളവര് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലെന്നേ. കർത്താവിന് വിലയേറിയവനാ, കർത്താവ് വളരെ സ്നേഹിക്കുന്നവനാ. കർത്താവ് ആഗ്രഹിക്കുന്ന എന്റെ മോൾ എന്റെ അടുത്തൊന്ന് ഇരുന്നിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ഈ ഡിസംബർ മാസം 10-ാം തീയതി കർത്താവ് സംസാരിക്കുക, ഈ ഒരു വർഷം മുഴുവൻ നിന്റെ പുറകെ ഞാൻ കാത്തിരുന്നു, എന്റെ അടുത്തൊന്ന് വന്നിരുന്നെങ്കിൽ, എന്റെ അടുത്തൊന്നിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, എനിക്ക് നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, എനിക്ക് നിന്നെ ആക്കി വെച്ചിരുന്നിടത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനുണ്ടായിരുന്നു, അടുത്തിരുന്നില്ലല്ലോ. എന്റെ അടുത്ത് ഇന്നെങ്കിലും വാന്നേ. ഈ വർഷത്തിന് മുമ്പ് എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം 2025 പറയേണ്ടത് 26 പറയേണ്ടത്. ഈ 25 പറയേണ്ട കാര്യം 25 പറയണം. ഈ 25 ഡിസംബറിനകത്ത് തന്നെ അത് തീർക്കണം. നമ്മളെ കുറിച്ചൊരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഈ വർഷം തീർക്കേണ്ടതാണ്, ഈ വർഷം തീർക്കണം, അല്ലെ? നമുക്കറിയാം, ഒരു സാധനം വാങ്ങിച്ചു, അതിന്റെ വാറന്റി കൂട്ടാൻ നമുക്ക് സമയം, ഈ ഡിസംബർ 30-ാം തീയതിക്ക് മുമ്പ് ഇതിന് എക്സ്റ്റെൻഡഡ് വാറന്റി ഉണ്ട്. അപ്പൊ നമ്മൾ അത് ആ ടൈമിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കണം. നമ്മൾ അവിടെ പേയ്മെന്റ് കൊടുത്ത് നമ്മൾ എക്സ്റ്റെൻഡഡ് വാറന്റി എടുക്കും ചില സാധനങ്ങളുടെ, ഇല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ചെയ്യേണ്ട 25-നകത്ത് ചെയ്യേണ്ടത് ഈ ഡിസംബറിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കൊന്ന് ഉറച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിട്ട്, കർത്താവേ, നീ എന്നോട് സംസാരിക്കണേ, ഞാൻ തയ്യാറാ, ഞാൻ അവൈലബിളാ. കർത്താവ് നോക്കും, ഇവൾ അവൈലബിൾ ആണോ? ഇവള് പല കാര്യങ്ങളിലും തെറ്റി പോകുവാണല്ലോ, ഞാൻ ഇവളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇവളൊന്ന് അടുത്തിരുന്നായിരുന്നെങ്കിൽ എനിക്ക് ഇവളോടൊന്ന് സംസാരിക്കാമായിരുന്നല്ലോ എന്ന് കർത്താവ് പറയുമ്പോ എന്ത് ചെയ്യണം? കർത്താവെ, ഞാൻ റെഡിയാ, ഞാൻ വരുവാ, ഞാൻ തയ്യാറാ, ഞാൻ കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണേ.
അത് കഴിഞ്ഞിട്ട് അടുത്തത് വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. നമുക്കറിയാം ഈ വള്ളിത്തല മുറിക്കും കാലം എന്ന് പറയുമ്പം ഏകദേശം പ്രൂണിങ്ങിന്റെ ടൈം. എനിക്ക് മനസ്സിലാക്കി തന്നെ അതാ. വെള്ളിത്തല മുറിക്കുക എന്ന് പറയുമ്പോൾ പ്രൂൺ ചെയ്യുന്നതായിരിക്കും എന്നാ എനിക്ക് എന്റെ മനസ്സിനകത്ത് എനിക്ക് കർത്താവ് മനസ്സിലാക്കി തന്നത്. കാരണം അത് ഈ പ്രൂൺ ചെയ്യുന്നത് എന്തിനാന്നറിയാമോ? നന്നായിട്ട് മുട്ടൊക്കെ ഉള്ള കണ്ടിട്ടില്ലേ? നമുക്ക് സങ്കടം തോന്നും. നല്ല റോസ് ഒക്കെ ഉള്ള ഗാർഡനകത്ത് ഒത്തിരി മുട്ടുള്ളതിനും കൂടെ കട്ട് ചെയ്ത് കളയുന്ന എന്തിനാ? അടുത്ത എന്തൊക്കെയോ അടുത്ത പുതിയ പുതിയ ബ്രാഞ്ചസ് വന്നിട്ട് പിന്നെ ഒത്തിരി മൾട്ടിപ്പിൾസ് ആണ്. രണ്ടായിരുന്നേ അത് നാലാകും, നാലാന്നേ അത് എട്ടാകും. അപ്പൊ മൾട്ടിപ്പിൾസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യും? അത് ഒന്ന് മുറിച്ച് കളയും, അങ്ങനെ ഒന്ന് പ്രൂൺ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ പ്രൂൺ ചെയ്യുക എന്ന അവസ്ഥ എത്രയാണെങ്കിലും നമുക്ക് ഇച്ചിരി പെയിൻഫുൾ അല്ലെ? പ്രൂൺ ചെയ്യുന്നത്, കട്ട് ചെയ്ത് കളയുന്നത് നമ്മുടെ ബ്രാഞ്ച്. അപ്പം പറയും, കർത്താവെ ഞാൻ അവിടെ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുമായിരുന്നു, എന്റെ അടുത്ത് 2 പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, 2 മുട്ട ഉണ്ടായിരുന്നു, നീ അത് കട്ട് ചെയ്ത് കളഞ്ഞില്ലേ? ഞാൻ എന്നാ ചെയ്യണ്ടേ? ഞാൻ റെഡി ആയിരുന്നു, ഞാൻ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നു. പക്ഷെ കർത്താവെ, ഞാൻ അവിടെ ചെന്നപ്പോ എനിക്കത് പോസിബിൾ ആയില്ല. എനിക്ക് ആ കാര്യം ഞാൻ എന്റെ അടുത്ത് വന്നിട്ട് എനിക്കത് നടന്നില്ല. അന്നൊക്കെ എന്താ പറയുന്നേ, അത് സൗണ്ട് കുറവാണോ ആന്റി? പ്രൈസ് ഗാഡ്. കേൾക്കാമോ? ചില വേർഡ്സ് ഒക്കെ ഇത്തിരി മിസ്സാവുന്നു. ഡിവൈസിന്റെ അടുത്തോട്ട് വന്ന് നിൽക്കുമ്പോൾ അപ്പോഴേ. ഓക്കെ ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ. അപ്പം നമ്മളോട് കർത്താവ് പറയുന്നത് എന്താ? കർത്താവ് നിനക്ക് വേണ്ടിയിട്ട് ഒരു 2-3 ബഡ്സ് നേരത്തെ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളയുമ്പോ നമുക്ക് ഇച്ചിരി പെയിനാ അല്ലെ? ഇപ്പൊ കേൾക്കാമല്ലോ. അപ്പം നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രോഡക്ട്സിന്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സമാധാനം, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷം, അതാ നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെ? അതല്ലേ നമ്മുടെ കർത്താവിൽ ക്രിസ്തുവിലുള്ള ഫലങ്ങൾ എന്താ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതൊക്കെയല്ലേ നമ്മുടെ ഫ്രൂട്ട്സ്, ഇതൊക്കെയല്ലേ നമ്മുടെ ഫലങ്ങൾ. അപ്പൊ ഇത് കൂടുതലായിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ചില പ്രൂണിങ് നടക്കും. ഈ പ്രൂണിങ് നടക്കുമ്പം ഭയങ്കര പെയിൻഫുള്ളാ അല്ലെ? ഈ പ്രൂണിങ് നടക്കുമ്പം ചെറുതായിട്ട് വേദനിക്കും. കർത്താവെ, ഞാൻ അവരെ കൂടുതലായി സ്നേഹിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയത് ഭയങ്കര പെയിൻ ആയിരുന്നു. കർത്താവെ, ഞാൻ അവിടെ എന്നെ വഴക്കുണ്ടാക്കിയപ്പോഴും ഞാൻ അവിടെ സമാധാനം കൊടുത്തു, പക്ഷെ എനിക്ക് കിട്ടിയത് അങ്ങനെയല്ല, എനിക്ക് കിട്ടിയത് ദ്വേഷമായിരുന്നു. അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും. ആ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ ഒത്തിരി നിങ്ങൾ ട്രഷർ ചെയ്യണം. എന്താണെന്നറിയാമോ? ആ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിലുള്ള അകത്ത ബ്ലസ്സി, അകത്ത നിമ്മി, അകത്ത ഫേബയാൻറ്റി, അകത്ത സിമിയാൻറ്റി, അങ്ങനെ ഓരോരുത്തരിങ്ങനെ വളർന്നു വരുന്നത്. മനസ്സിലായോ? ആ പ്രൂണിങ്ങിനകത്ത് ഭയങ്കര പവറാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും, ക്രിസ്തുവിൽ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് കിട്ടുന്ന നിന്ദയാണല്ലോ, എനിക്ക് കിട്ടുന്ന പ്രയാസങ്ങളാണല്ലോ, ഞാൻ ചെയ്തിട്ടും ഉപകാരം ചെയ്തിട്ടും അല്ല, വെറുതെ ശത്രുക്കളായവർ എനിക്ക് വർദ്ധിക്കുന്നല്ലോ. ഇതൊക്കെ നമ്മൾ വിചാരിക്കുമ്പം അതിനെ നമ്മൾ ട്രഷർ ചെയ്യുക. കർത്താവ് എനിക്ക് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ പിന്നീട് ചെയ്യാനിരിക്കുന്നു, ഞാനിത് ട്രഷർ ചെയ്യുക, ഞാൻ ക്രിസ്തുവിൽ വളരുക. ക്രിസ്തുവിന്റെ തലയോളം എനിക്ക് വളരണമെങ്കിൽ ചില പ്രൂണിങ്ങിന്റെ അനുഭവങ്ങൾ, ചില വേദനയുടെ അനുഭവങ്ങളിലൂടെ പോയേ പറ്റൂ. എന്നാലാണ് എന്ത് സംഭവിക്കുക? കർത്താവ് നമ്മളോട് കൃത്യമായി സംസാരിക്കുന്നത്. അപ്പൊ ഈ പ്രൂണിങ്ങിന്റെ സമയത്ത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും, കർത്താവേ, ഞാൻ എന്തൊക്കെ വേദനകളെ സഹിക്കുന്നത്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര വേദനയാണ് അപ്പ എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ കർത്താവ് പറയാം, മോളെ, നീ ഭാരപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ തള്ളപ്പെട്ടവളല്ല, നീ എനിക്ക് വിലയേറിയവനും മാന്യതയേറിയവനുമാ. അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ടെന്ന് ആര് പറയും? കർത്താവ് പറയാം. അപ്പൊ നമുക്ക് പ്രൂണിങ് എന്താണ്? നമുക്ക് ട്രഷർ ചെയ്യാം. സോറി, പ്രൂണിങ് നമുക്ക് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ? നമുക്ക് വായിച്ച വാചനത്തിലേക്ക് വരാം. അത് കഴിഞ്ഞിട്ട് കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി പ്രാവെന്ന് പറയുമ്പോ എന്തുവാണെന്നുള്ളത് അല്ലേ? ഹല്ലേലൂയ. കുറുപ്രാവെന്ന് പറയുമ്പം പരിശുദ്ധാത്മാവ്, നമ്മുടെ പരിശുദ്ധാത്മാവിനെയാ പ്രാവെന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രാവെന്ന രീതിയിൽ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ദൈവികമായിട്ടുള്ള ഒരു 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 സംസാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കർത്താവ് ഒരുക്കി തന്നേക്കുന്ന വ്യക്തി ആരാ? യേശു ഈ ഭൂമിയിൽ നിന്ന് കരേറിപ്പോയപ്പം എന്താ പറഞ്ഞേ? ഞാൻ പോവുകയാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്കൊരു കാര്യസ്ഥനെ തരാം പറഞ്ഞില്ലേ? ആ കാര്യസ്ഥനെ തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ഇങ്ങനെയാ, നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആരുണ്ട്?
ആരുണ്ട്? പരിശുദ്ധാത്മാവ്. ഞാനായി ഭൂമിയിൽ അങ്ങ് പോകുന്നേ. പക്ഷേ നിങ്ങൾക്ക് കാര്യസ്ഥൻ എന്ന് പറയുമ്പോ എന്തുവാ? എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ആള്. ഹല്ലേലൂയ. അപ്പൊ എന്ത് കാര്യങ്ങൾക്കും ആശ്രയിക്കാൻ ഒരാളെ അടുത്തിരിപ്പുണ്ട്. എന്നിട്ടോ കുറുപ്രാവിന്റെ ശബ്ദവും നമ്മൾ നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അപ്പം ശബ്ദം കേൾക്കുന്ന സമയമായത്. ഈ ശീതകാലം മാറി, മഴയും മാറിപ്പോയി, പുഷ്പങ്ങൾ കാൺമായ വന്നു. ഇനി എന്താ ചെയ്യേണ്ടേ? കേൾക്കണം. എവിടുന്ന് കേൾക്കണം? പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കണം. നമ്മുടെ ചെവിയെ തുറക്കണം, നമ്മുടെ ഹൃദയത്തെ തുറക്കണം, നമ്മുടെ മനസ്സിനെ തുറക്കണം. കർത്താവിനോട് പറയണം, കർത്താവെ നീ എന്നോട് ഹൃദ്യമായി സംസാരിച്ചേ പറ്റൂ. ഞാൻ ഇരിക്കുക, ഞാൻ നിന്റെ മോള, എന്നോട് നീ സംസാരിച്ചേ പറ്റൂ. എന്നെ കൊണ്ട് നീ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാ കർത്താവെ, ഞാൻ അവൈലബിൾ ആ കർത്താവെ. എന്താ അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? അങ്ങേക്ക് വേണ്ടി ഒരു ട്രാക്ട് കൊടുക്കാനാണോ? അല്ല, എന്റെ മുമ്പിൽ ഏൽക്കപ്പെട്ട, എന്റെ മുമ്പിൽ കടന്നു വന്ന ഒരു വ്യക്തി കണ്ണുനീരോട് ഒരു കാര്യം പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു നല്ല വാക്ക് പറയുന്നത്, ഞാൻ പറയട്ടെ ദൈവമക്കളെ, കണ്ണീരോടെ വരുന്ന ഒരു വ്യക്തിയോട് ഒരു നല്ലതായിട്ട് സംസാരിക്കുന്നത്, നന്നായിട്ടൊന്ന് കേൾക്കുന്നത് ഒരു മിനിസ്ട്രിയാ കേട്ടോ. പൊട്ടിത്തകർന്നു പോയ പാത്രങ്ങളെ പണിതെടുക്കുന്നത് അത് വലിയൊരു മിനിസ്ട്രിയാ, ചെറിയ കാര്യമല്ല. കാരണം നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ട്, ആന്റി എനിക്ക് ഇതേപോലെ ഒരു പ്രയാസമുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുമ്പം അത് നിങ്ങളുടെ മിനിസ്ട്രിയുടെ ഫസ്റ്റ് അസൈൻമെന്റ് ആയിരിക്കും. അത് നിങ്ങൾ അതുപോലെ അങ്ങ് ട്രഷർ ചെയ്യണം, നിങ്ങൾ അതിനെ അങ്ങ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ വ്യക്തിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എന്നിട്ടോ അവർക്ക് വേണ്ടുന്ന സകല കാര്യങ്ങൾ അവരെ ഒന്ന് കേൾക്കണം. ഹൃദയം തകർന്നിരിക്കുന്നവരെ കേൾക്കുന്നത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാകട്ടോ. ചിലപ്പം സ്വർഗം ഇവിടെ ഇറങ്ങി വന്നത് നമ്മുടെ ഉള്ളിലാ. നമ്മുടെ ഉള്ളിൽ, നമ്മള് ടെമ്പിളല്ലേ, നമ്മുടെ ഉള്ളിലല്ലേ യേശു വസിക്കുന്നേ. അപ്പൊ അവരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് അത് കേൾക്കുന്നേ. നമ്മളിൽ കൂടി അവരോട് പിന്നെ സംസാരിക്കുന്നേ. നമ്മളാണ് അവർക്ക് കൂടുതൽ നമ്മളാണ് കൂടുതൽ നേരം അവരോട് കൂടെ കൂടുതൽ സംസാരിച്ച് പരിശുദ്ധാത്മാവിനാൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ഒന്നുകൂടെ, കർത്താവെ, ഞാൻ എന്റെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കും. എന്നോട് പറയാ, ഇന്ന സ്ഥലത്ത് പോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? നിങ്ങൾക്ക് നിയോഗം ഉണ്ടായിട്ടില്ലേ? ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, കണ്ണുനീരൊഴുക്കാൻ, ഇടിഞ്ഞു നിൽക്കാൻ ചില സഭകളെ കുറിച്ച് വേദന തന്നിട്ടില്ലേ? ആ വേദന കർത്താവായിട്ട് തന്നത്. അതിന് വെറുതായിട്ട് കാണല്ല. അതുകൊണ്ട് അതങ്ങോട്ട് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇരിക്കണം. കർത്താവെ, ഞാൻ തയ്യാറാ, ഞാൻ അവൈലബിളാ, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ മുട്ടുമടക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ഒറ്റ ഇരിപ്പിരിക്കണം. എന്നിട്ട് കർത്താവിനോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പാ, എന്നോട് പറ, എന്നോട് പറ, ഞാൻ എന്താ അവർക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് എന്നോട് പറ. നമ്മൾ കേൾക്കാൻ തയ്യാറായ കർത്താവ് നമ്മളെ കേൾപ്പിക്കും കേട്ടോ. നമുക്ക് നേരെ ഒരു വാക്യത്തിലൂടെ ഞാൻ എന്റെ അനുഭവത്തിൽ കൂടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 5-ാം വാക്യം. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട്, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിൽ മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. കണ്ടോ? അപ്പം ഇത് നമുക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. ആർക്ക് സംഭവിക്കുന്ന കാര്യമാ? പണ്ടേ നമ്മുടെ പിതാക്കന്മാരായ പലർക്കും സംഭവിച്ചതാ അല്ലെ? ഏലിയാവ് എന്ത് ചെയ്തു? എണ്ണീറ്റു. ദൂതൻ വന്ന് പറഞ്ഞ്, എഴുന്നേക്ക്, തിന്ന്, അപ്പം തിന്നു കുടിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങി. അപ്പൊ നമ്മളിലും എന്താണ്? വീണ്ടും വീണ്ടും ഇത് പലതവണ കേട്ടതാണെങ്കിലും നമ്മള് പിന്നെയും വചനം ഭക്ഷിക്കും, ആത്മാ നിറവിൽ നിന്നുള്ള നദിയിൽ നിന്ന് കുടിക്കും, എന്നിട്ട് പിന്നെയും കിടന്നുറങ്ങും. ആ ഒരു മന്ദതയാണ് ഇന്ന് അകറ്റേണ്ടത്. ഇനിയും സമയം അധികമില്ല. നമുക്കറിയാം, ദൈവവചനം ഇപ്രകാരം പറയുന്നുണ്ട്. ഇങ്ങനെ ഈ അത്തി തളിർക്കുന്നല്ലോ. അപ്പൊ അത്തി തളിർക്കുന്നതിന്റെ ഒരു കാര്യം എന്താണ്? അപ്പൊ അത്തി തളിർക്കുമ്പം വേനൽ അടുത്തു എന്ന് അറിഞ്ഞുകൊള്ളാനാ പറയുന്നത്. അപ്പൊ നമുക്കും നമ്മുടെ സീസൺ നോക്കിയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് പറയാനൊക്കും? ഇപ്പോഴത്തെ സീസൺ യുദ്ധമുണ്ടോ? എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? പരസ്പരം ഒരു രാജ്യം തന്നെ അടി ഉണ്ടാക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ മക്കൾ തമ്മിൽ, വചനം പറയുന്നില്ലേ, എന്താ സ്വസ്നേഹികളും വഴങ്ങാത്തവരും അനുസരിക്കാത്തവരും പരസ്പരം അടി ഉണ്ടാക്കുന്നു, മക്കളെ അപ്പനെ കൊല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളല്ലേ. അപ്പൊ ഈ ഒരു സീസൺ നോക്കിയിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഏകദേശം അന്ത്യകാലം വന്നിട്ടുണ്ട് അല്ലെ? കർത്താവിന്റെ വരവിന്റെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നു. സഭയുടെ പീഡനം വർദ്ധിച്ചു വരുന്നു. അപ്പൊ എന്താണ്? കർത്താവിന്റെ വരവ് അടുത്ത് വന്ന സമയമാണ്. അപ്പൊ ഈ സമയത്ത് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല.
ദൈവമക്കളെ, നിങ്ങൾ ഇത്രയും നേരം നിങ്ങളെ ഞാനല്ലെങ്കിൽ വേറൊരു വ്യക്തി വചനം സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുന്നത് തന്നെ എന്താണെന്നറിയാമോ? ആ കേട്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾക്ക് ഇത്ര നേരം കേട്ടിരിക്കാൻ പറ്റത്തില്ല. അത് കേട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം നിങ്ങളിൽ കൂടി എന്തൊക്കെയോ കർത്താവിന് വേണ്ടി ചെയ്തെടുക്കാനുണ്ട്. അപ്പൊ ഈ ആ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് വരിക എന്നുള്ളതാ. കർത്താവിന്റെ ആ ഒരു ഇഷ്ടത്തിലേക്ക് വരിക എന്നുള്ളതാ. അപ്പൊ ഇങ്ങനെ ഏലിയാവ് കിടന്നങ്ങ് ഉറങ്ങി. പെട്ടെന്ന് ദൂതൻ അവനെ തട്ടി എഴുന്നേറ്റ് തിന്നുക. ഇവൻ കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെയും കിടന്നുറങ്ങി. നമുക്കൊക്കെ സംഭവിക്കാറില്ലേ? നമ്മൾ ഒരു ദിവസം ഒരാഴ്ച 2 ആഴ്ച നന്നായിട്ട് എന്ത് ചെയ്യും? ഫാസ്റ്റ് ചെയ്യും, പ്രാർത്ഥിക്കും, ഭയങ്കര ഭയങ്കര ഉണർവാ. അടുത്ത ആഴ്ചയിൽ നോക്കുമ്പം ആ ഉണർവിന്റെ കാറ്റ് എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഹല്ലേലൂയ. ചില കാര്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കൺസിസ്റ്റൻസി, കർത്താവിന് ഇഷ്ടപ്പെടുന്ന സ്ഥിരത. കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു നല്ലൊരു ക്വാളിറ്റി, ഒരു ദൈവ പൈതലിന്റെ ഒരു വലിയൊരു ക്വാളിറ്റിയാ സ്ഥിരത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്ഥിരമായ ഒരു ഭാവം നമുക്കുണ്ടാവണം. ക്രിസ്തുവിൽ നമ്മൾ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാൻ ഒരു സ്ഥിരത വേണം. ഹല്ലേലൂയ. നിങ്ങൾ ഉറപ്പിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുക. ഞാൻ കൽക്കട്ടയിൽ ഒരിക്കൽ ഞാനായിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഡിപ്രഷന്റെ ഒരു സ്റ്റേജ് ഉണ്ടായി കേട്ടോ. ഞാനിത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ് എൻ്റെ ജീവിതാനുഭവം. വളരെയധികം ഡിപ്രഷൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനങ്ങ് മരിക്കണം, എനിക്ക് മരിക്കണം, വേറെ ഒന്നും വേണ്ട, എനിക്ക് മരിച്ചാ മതി. ഞാൻ ഈ മരണത്തിന്റെ ഏഹ്, അപ്പൻ പാസ്റ്റർ, വളർന്നത് ഫെയ്ത്ത് ഹോമിലാ. എനിക്ക് എന്നെ സംബന്ധിച്ച് മരിക്കുക, ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പാപമാ. ആത്മഹത്യ ചെയ്തവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? സ്വർഗത്തിൽ പോകത്തില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വേദന സഹിക്കാൻ വയ്യാണ്ട് ഞാൻ ഒരു രീതിയിൽ വല്ലാതെ പെയിൻ എടുത്തപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആത്മഹത്യ ചെയ്താൽ സ്വർഗത്തിൽ പോകത്തില്ലല്ലോ. ഒരു കാര്യം ചെയ്യാൻ, ഞാൻ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കാം, ഏതെങ്കിലും വണ്ടി വന്ന് എന്നെ വന്നിടിക്കണം. അപ്പൊ എന്ത് ചെയ്യും? എന്ത് പറ്റും? ഞാനങ്ങ് മരിക്കും. അത് ആത്മഹത്യമല്ല, വണ്ടീന്ന് പുറകെ വന്ന് ഇടിച്ചതല്ലേ. അപ്പം ഞാനങ്ങ് സ്വർഗത്തിലും വരും. ഇതൊക്കെയാണ് എന്റെ പ്ലാന്. എന്റെ ചെറിയ പൊട്ട ബുദ്ധിയിൽ ഞാൻ നടക്കാൻ തുടങ്ങി. ഞാൻ നടന്ന് കൽക്കട്ടയിലെ ഒരു തെരുവിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് നല്ല തിരക്കുള്ള റോഡാ. അപ്പൊ ഞാനത് ചെയ്യുന്നതിന് ഒരു റോഡിന്റെ ഒരു വശത്തു നിന്ന് മറ്റേ റോഡിലോട്ട് പോകും, ആ റോഡിന്റെ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഈ പോകുന്ന എല്ലാ ഡ്രൈവർമാരും എന്നെ ചീത്ത വിളിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല, കാരണം എനിക്ക് ലാംഗ്വേജ് അറിയില്ല, എനിക്ക് ഹിന്ദി അറിയത്തില്ല, എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഇല്ല, എന്റെ കയ്യിൽ കൂട്ടുകാരില്ല. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ, ഞാൻ രാവിലെ 11 മണി സമയത്ത് റൂം പൂട്ടി ചാവി അടിയിലിട്ടിട്ട് മാറ്റിന്റെ താഴെ ഇട്ടിട്ട് ഞാൻ നടക്കുക. അപ്പൊ എന്റെ ചിന്ത എങ്ങനെങ്കിലും മരിക്കണം, ഈ ഒറ്റൊരു ലക്ഷ്യം മാത്രമേ എന്റെ തലയിലുള്ളൂ. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്നോണം ഡ്രൈവർമാരൊക്കെ ചീത്ത വിളിച്ചു. എനിക്ക് മനസ്സിലായില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി, ഈ ഒറ്റ വണ്ടി വന്ന് എന്നെ മുട്ടുന്നില്ല, എങ്ങനെ പോലും ഇവര് ബ്രേക്ക് ഇടും. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഒന്നും പോയാൽ ഞാൻ മരിക്കത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. അപ്പൊ കൽക്കട്ടയിൽ ഇങ്ങനെ ട്രാം ഉണ്ട്. ട്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. റോഡിൽ കൂടി ഇങ്ങനെ പാളം കാണും, ഈ പാളത്തിൽ കൂടി ഇങ്ങനെ വണ്ടി പോകും. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ വണ്ടിക്കാരെല്ലാം വന്ന് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ഇടുമല്ലോ, ഈ ട്രാമിന്റെ മുന്നിൽ ചാടി എന്ത് പറ്റും? ഇവര് പെട്ടെന്ന് സ്റ്റോപ്പ് ഇടാൻ പറ്റത്തില്ലായിരിക്കും, ബ്രേക്ക് ഇടാൻ പറ്റത്തില്ലായിരിക്കും, എന്നെ ഇടിക്കുമായിരിക്കും. അപ്പൊ ഞാനെന്ന് വിചാരിച്ചു, കറക്റ്റ് ഇത്രയും നേരം കൊണ്ട് ഞാൻ ചെയ്തതെല്ലാം ഫെയിൽ ആയില്ലയോ. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, ഞാൻ ഇവിടുന്ന് ഒറ്റ ചാട്ടം ചാടും, ആ സമയത്ത് ആ വണ്ടി അവിടെ എത്തും, എന്നെ ഇടിക്കും. അപ്പൊ ഇതുവരെയുള്ള കാൽക്കുലേഷൻ തെറ്റിയത് കൊണ്ട് ഭയങ്കര പ്രിസൈസ്ലി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുവാണ്. അങ്ങനെ ഞാന് ആ ട്രാമിന്റെ മുമ്പില് എന്ത് ചെയ്തു? ചാടി. വണ്ടി നല്ല സ്പീഡിൽ വരുമായിരുന്നു. ചാടിയപ്പോ ഈ വണ്ടി വന്നിട്ട് ഇത്രയും അറ്റത്ത്, എന്റെ ഒരു മുടിയുടെ അറ്റത്ത് ആ വണ്ടി ഇവിടെ നിന്നു. ആ ഡ്രൈവർ ഇറങ്ങിയിട്ട് എന്നെ കുറേ ചെത്തി വിളിച്ചു. ഹിന്ദി അറിയാത്തോണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്ന് പിന്നെയും കരഞ്ഞു. റോഡിൽ കൂടെ നടന്നത് മുഴുവൻ കരഞ്ഞായിരുന്നു. കരഞ്ഞ് കർത്താവേ, 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, കരയാൻ ഇനി ബാക്കിയൊന്നുമില്ല, റോഡിൽ നടക്കുന്നതെല്ലാം വിചാരിച്ച് പാഗൽ ലടുക്കി ക്യാ ഹേ പാഗൽ ലടുക്കിയേ ക്യാ, അങ്ങനെയാ പറഞ്ഞേ, മറ്റുള്ള ഏതോ പെണ്ണാ, അങ്ങനെ ആൾക്കാര് വിചാരിച്ചത്. പക്ഷേ ഞാൻ കരഞ്ഞ് വല്ലാതെ രീതിയിൽ കരഞ്ഞിട്ട് ഞാൻ വിചാരിച്ചായിരുന്നു, കർത്താവേ, എനിക്ക് വഴി അറിയത്തില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് മൊബൈൽ ഇല്ല, അപ്പൊ ഞാൻ ലോസ്റ്റ് ആകുമ്പം എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ അറിയത്തില്ല. അപ്പൊ ഞാൻ അങ്ങ് എന്തെങ്കിലും രീതി ഞാൻ മരിക്കാൻ ഇഷ്ടപ്പെടും. അതൊക്കെ എന്റെ പ്ലാനാണ് കേട്ടോ. നിങ്ങൾക്ക് കേൾക്കണോ? ഞാന് കരഞ്ഞ് ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പം കാണുന്നത്, എന്റെ വീട്ടിലോട്ട് പോകാനുള്ള അതേ ഗലി എന്ന് പറഞ്ഞ ആ വീട്ടിലോട്ട് പോകേണ്ട അതേ വഴിയുടെ വാതിൽക്കൽ ഞാൻ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി,
ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? ഞാൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഞാൻ നടന്ന് ക്ഷീണിച്ചതാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാക്കി. കർത്താവിന് എന്നെ മരിപ്പിക്കാൻ ഇഷ്ടമല്ല. എന്തോ ഒന്ന് എന്റെ മോളിൽ കിടപ്പുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങക്കത് കേൾക്കണോ? ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് കരഞ്ഞുകൊണ്ട് ചവിട്ടിന്റെ കീഴിൽ നിന്ന് ചാവി എടുത്തു. റൂം തുറന്നു. അകത്തോട്ട് പോയി. അവിടെ ഒരു ബോസിന്റെ സിസ്റ്റം ഇരിപ്പുണ്ട്. അവിടെ ഒരു CD കിടപ്പുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു CD എടുത്തു. ഞാൻ ചുമ്മാ അതിനകത്തോട്ട് ഇട്ടിട്ട് പാട്ടെങ്കിൽ പാട്ട്, എന്തേലും പാട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അതങ്ങോട്ട് ഓണാക്കി. ഞാൻ കേൾക്കുന്ന ശബ്ദം ഇതാ: നീ എന്തിന് മരിപ്പാൻ ഇച്ഛിക്കുന്നു? നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനില്ലയോ? നീ എഴുന്നേൽക്കുക, അപ്പം തിന്നുക. ഞാൻ കേട്ട വചനം ഇതാ കേട്ടോ. ദൈവമക്കളെ, അന്ന് എന്നെ കർത്താവ് ഉറപ്പിച്ചതാ. അന്ന് എന്റെ കർത്താവ് ഹൃദയത്തിൽ ഒരു ഇത് തന്നതാ. അന്ന് എന്റെ കർത്താവ് എന്റെ ഉള്ളിൽ സ്നേഹം തന്നതാ. അന്ന് എന്റെ വചനം ഞാൻ കയ്യിലെടുത്തിട്ട് ഞാനൊരു കരച്ചിൽ കരഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഇനി ഒരിക്കലും അങ്ങനെ ചിന്തിക്കത്തില്ല. എന്റെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ. എന്റെ തെറ്റുകളെ നീ ഓർക്കരുതേ. എന്റെ പാപങ്ങളെ നീ മറച്ചു കളയണമേ. ഞാൻ ദൈവസന്നിധിയിൽ ഒന്ന് കണ്ണുനീരോടെ കരഞ്ഞു. അന്ന് എന്റെ കർത്താവ് പറഞ്ഞു, എഴുന്നേക്ക്, അപ്പം തിന്ന്. ഞാൻ അത് കേൾക്കുകയും എന്റെ ഉള്ളിൽ ഭാരം ഒഴുകിപ്പോയി കേട്ടോ. ദൈവമക്കളെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാമോ? വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ കേൾക്കുന്ന ഈ വചനത്തിന് ഭയങ്കര ശക്തിയാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകുന്നതല്ല. ജീവിതാനുഭവങ്ങളിൽ കൂടിയാ ഞാൻ ഈ സംസാരിക്കുന്നത്. ഇന്നും എനിക്ക് എന്നോട് ചോദിക്കുക, എന്റെ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാര്, എന്റെ യൗവനക്കാരായ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്കാണ് ഞാൻ കൂടുതലും മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി, സത്യമായിട്ടും ദൈവം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ പറയും, മക്കളെ, 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ 2 മണി സമയത്ത് എന്റെ വീടിന്റെ വാതിക്ക് വഴി അറിയാത്ത എന്നെ അവിടെ കൊണ്ടു നിർത്തിയത് ആരാ? പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ ആരാ എന്നെ അവിടെ കൊണ്ടു നിർത്തിയത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയാം, കർത്താവുണ്ട്, ദൈവമുണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയില്ലെന്ന് വിചാരിക്കരുതേ. യഥാർത്ഥമായി ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്നുള്ളതിന് ഞാൻ ജീവിക്കുന്ന സാക്ഷിയാണ്. ഹല്ലേലൂയ. എന്നിട്ടോ ഞാൻ അകത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിനോട് ഞാൻ പറഞ്ഞ, കർത്താവേ, ഇതുവരെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്, ഇതുവരെ ഞാൻ ചെയ്തു പോയത്, കർത്താവിന്റെ വചനം കേൾക്കാതിരുന്നത് ഒക്കെ ഞാൻ കർത്താവിനോട് മാപ്പ് ചോദിച്ചു. ഞാൻ കർത്താവിനോട് ക്ഷമ പറഞ്ഞു. അപ്പാ, എന്നെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശത്തെ എനിക്കൊന്ന് കാണിച്ചു തരണേ. ഞാൻ കരയാൻ തുടങ്ങി കേട്ടോ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അന്ന് എനിക്ക് മനസ്സിലായില്ല എഴുന്നേൽക്കുക, അപ്പം തിന്നുക എന്ന് പറഞ്ഞ എന്തുവാന്ന്. ഇന്ന് എനിക്കറിയാം. അപ്പം എന്ന് പറഞ്ഞ ഈ ജീവന്റെ അപ്പമാ. തിന്നേണ്ടത് ഈ ജീവന്റെ വചനമാ. കഴിക്കേണ്ടത്, ഭക്ഷിക്കേണ്ടത് ഈ ജീവന്റെ വചനമാണെന്ന്. ഹല്ലേലൂയ. അന്ന് എനിക്ക് കർത്താവ് തെളിയിച്ചു തന്നു. ഈ വചനമാ നീ കഴിക്കേണ്ടത്. നിന്റെ അകത്ത മനുഷ്യനാ ബലപ്പെടേണ്ടത്. നിന്റെ ഭൗതിക മനുഷ്യനല്ല. നിന്റെ പുറത്ത മനുഷ്യൻ, ജഡ മനുഷ്യനെക്കാളും അകത്ത മനുഷ്യനാ ബലം വേണ്ടത്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അകത്തൊരു മനുഷ്യനുണ്ട്. അകത്ത മനുഷ്യൻ ബലപ്പെടണമെങ്കിൽ വചനം ധ്യാനിക്കണമെന്നും വചനം പഠിക്കണമെന്നും എനിക്ക് അന്ന് മനസ്സിലായി. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയാ, അതുകൊണ്ട് നിങ്ങൾ എഴുന്നേൽക്കുക, നിങ്ങൾ അപ്പം തിന്നുക. ദൈവം നിങ്ങളോട് കൃത്യമായി സംസാരിക്കും. ദൈവം ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയത്തില്ല. അന്നത്തെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കഷ്ടതയുടെ മുമ്പിൽ ഇന്ന് എനിക്ക് ചിന്തിക്കുമ്പോൾ, അതെ, ഞാൻ ഇന്ന് എനിക്ക് മനസ്സിലാക്കുന്നു, എന്റെ ജീവിതത്തിന്റെ ഓരോ വഴികളും കർത്താവിനാൽ എഴുതപ്പെട്ടതായിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ സ്വന്തത്തിൽ ഏതാണ്ട് ചെയ്യാമെന്ന്. ഇല്ല, ഇല്ല, ഇല്ല. സ്വന്തത്തിൽ ഒന്നും നടക്കത്തില്ല. നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. വചനം പറയുന്നത് പോലെ അപ്പനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്വയമായി നമ്മൾക്ക് ഫലം കായ്പാൻ കഴിയത്തേയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എന്താ ആവശ്യം അറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ആ പ്രാവിന്റെ ശബ്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണോ? നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ വേണ്ടി തയ്യാറാകുക. കർത്താവേ, നീ എന്നോട് സംസാരിക്കണമേ, എന്നോട് വ്യക്തമായി സംസാരിക്കണമേ. എനിക്ക് പ്രാവിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. ഈ പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നോ, അത് എന്നെ കുറിച്ചുള്ള ലൈഫിന്റെ പർപ്പസ് എന്താണോ, അത് നീ എന്നെ ഒന്ന് വ്യക്തമായി കേൾപ്പിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞുള്ള കാര്യം കേൾക്കണോ? അത് ആ ശബ്ദം കേട്ട് കഴിയുമ്പോഴാ ഫലങ്ങൾ പുറത്തോട്ട് വരുന്നത്. അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെ: അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. ഹല്ലേലൂയ. ഇനിയുള്ളത് ഫലം പുറപ്പെടുവിക്കേണ്ട സമയമാണ്. നിങ്ങൾ ശബ്ദം കേട്ടു, നിങ്ങൾ പുറത്തിറങ്ങി, നിങ്ങൾ എഴുന്നേറ്റു, വചനം ധ്യാനിച്ചു, നിങ്ങളുടെ ജീവിതത്തിന്റെ ആഴങ്ങൾ നിങ്ങൾ മനസ്സിലായി, ദൈവസന്നിധിയിൽ നിങ്ങൾ കാത്തിരുന്നു. നിങ്ങൾ കേട്ട ശബ്ദത്തിനനുസരിച്ച് ഇനി എന്ത് പുറപ്പെടുവിക്കണം? നമുക്ക് ഫലങ്ങളെ പുറപ്പെടുവിക്കണം. ആ ഫലമാകട്ടെ ക്രിസ്തുവെന്ന, യേശുവെന്ന സ്നേഹം നമുക്ക് സ്പ്രെഡ് ചെയ്യണം. നമ്മൾ പോകുന്നിടത്തൊക്കെയും എന്റെ യേശുവിനെ കുറിച്ച് പറയണം. എന്റെ യേശുവിനെ പോലൊരു ദൈവമില്ലെന്ന് നമ്മൾ വാ തുറന്ന് പറയണം. ഹല്ലേലൂയ. ഒരിക്കലും
എന്ത് ചെയ്യത്തില്ല, കർത്താവ് നമ്മളെ കൈവിടത്തില്ല. നമ്മൾ വിചാരിക്കും, അയ്യോ എന്റെ സ്വന്തത്തിന് ബുദ്ധിക്ക് പറ്റത്തില്ലല്ലോ. ഞാൻ പറയും നിങ്ങളോട് ഞാൻ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പറയട്ടെ, എനിക്ക് എണീറ്റ് സാക്ഷ്യം പറയുമ്പോൾ കൈ വിറയ്ക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പാസ്റ്ററിന്റെ മോളാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന നേരത്തെ എന്റെ സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ടായിരുന്നു വരുന്നത്. അപ്പൊ എന്റെ മമ്മിയും പപ്പയും പറയുമായിരുന്നു, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തത്തമ്മ ഉണ്ടായിരുന്നു. ആ തത്തമ്മയുടെ പേര് നിമ്മീന. നിമ്മി ജോസ പേര് കണ്ടപ്പോ ഞാൻ എന്റെ തത്തമ്മയെ ഓർത്തി കേട്ടോ. അപ്പൊ ഞങ്ങളുടെ തത്തമ്മയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ എപ്പോഴും അല്ലാത്തപ്പോ എല്ലാം ഭയങ്കര ഒച്ചയാ. പ്രാർത്ഥിക്കുന്ന കാര്യം പറയും, സ്തോത്രം പറയുന്നത് ഇങ്ങനെ സ്തോത്രം 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 ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പൊ എന്റെ മമ്മിയും പപ്പായും പറയും, ഇവൾ ഇങ്ങനെയാ, അല്ലാത്തപ്പോ എല്ലാം ശബ്ദമുണ്ട്, പ്രാർത്ഥിക്കാൻ നേരത്തെ ഇവക്ക് ശബ്ദമില്ല. അങ്ങനെ പറയുമായിരുന്നു, എന്നെ കുറിച്ച് അങ്ങനെ പറയുമായിരുന്നു. കാരണം ഞാനൊരു ഞാനൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരുന്നു. പെട്ടെന്നൊന്നും എല്ലാവരോടും ഒന്നും അടുക്കുന്ന ഒരു പ്രകൃതമല്ല. ഇച്ചിരി എനിക്ക് ഞാൻ കംഫർട്ടബിൾ ആയെങ്കിൽ മാത്രം അടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മാത്രമല്ല എനിക്ക് കംഫർട്ടബിൾ ആയടുത്ത് ഞാൻ നന്നായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കത്തില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് അയ്യോ ഞാൻ ഉറക്കെ പറഞ്ഞ, അല്ല ഞാൻ ഇങ്ങനെ സംസാരിച്ച ഇതൊക്കെ അയ്യോ അത് ശരിയാവോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചൊരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു, സാക്ഷ്യം പറയാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ എണീറ്റ് ഇന്നൊരു വാക്യം വായിച്ച് കർത്താവ് എന്നെ സൂക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ച വലിയ ഈ സമയം വരെ കർത്താവ് എന്നെ സൂക്ഷിച്ചു. ദൈവമക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. വാക്യം വായിച്ചു ഇരുന്നു. ഇതായിരുന്നു എന്റെ സാക്ഷ്യം. പറയട്ടെ, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ എന്റെ സാക്ഷ്യം ഇതായിരുന്നു. ചർച്ചിൽ എണീറ്റ് ഇന്ന് എനിക്കൊരു പനി വന്നെന്നോ എനിക്കൊരു ഉപവി ഉണ്ടായിരുന്നെന്നോ ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്തെന്നറിയോ? എന്തിനാ എന്റെ എക്സാമ്പിൾ പറഞ്ഞെന്നറിയാമോ? ദൈവത്തിന് എന്റെ നാവ് കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കാൻ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാത്തവളാണെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് നിങ്ങൾ നന്നായി ഉപയോഗിക്കാൻ പറ്റും, നന്നായി ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ ധൈര്യപ്പെട്ടോ, നിങ്ങളൊന്ന് എണ്ണിക്ക്, നിങ്ങളൊന്ന് അടുത്തിരിക്കുക. കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്നേ. ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്, കർത്താവിന് ആവശ്യമുണ്ട്. പാപം പെരുകുന്ന സമയമായത്. ഈ ഒത്തിരി പിശാചിന്റെ അടിമകളായ പാത്രങ്ങൾ നിറഞ്ഞൊഴുകുന്ന സമയങ്ങളാ. നമുക്ക് കർത്താവിന് പാത്രമായിരിക്കാം. നമുക്കൊന്ന് കർത്താവിന്റെ സ്വയം ആ കർത്താവിന്റെ സൗരഭ്യവാസനയായിരിക്കാം അല്ലെ. യേശു ആഗ്രഹിക്കുന്ന കുറെ ഫലങ്ങൾ അത് നമ്മളിൽ ഉണ്ടാകണം. എന്താ ആ ഫലങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് കോപപ്പെടാൻ, നമുക്ക് ക്ഷമിക്കാൻ അല്ലെ. നമ്മൾ പല കാര്യങ്ങളില് നമ്മൾ കണ്ട പല കാര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് അനുഭവങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്. പക്ഷെ ആ കഷ്ടതകളുടെ ഇടയിലും കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? കൈ പിടിച്ചിട്ടില്ലേ? ഉറപ്പില്ലേ? നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ കഷ്ടതയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും കർത്താവ് കൈ പിടിച്ചിട്ടുണ്ടോ? ഉറപ്പുണ്ട് ഇല്ലേ? കർത്താവ് നിങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത മണ്ഡലങ്ങളെ കുറിച്ച് ആരാ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ്. ഈ കാര്യസ്ഥൻ അടുത്ത് വന്നിരുന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? വെളിപ്പെടുത്തി തരും, വെളിപ്പെടുത്തി തരും. നിങ്ങൾ ഈ കുറുമ്പ്രാവിന്റെ ശബ്ദം നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. ആ കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ വചനത്തിന്റെ ആഴങ്ങളെ കർത്താവ് നമുക്ക് മനസ്സിലാക്കി തരും. കർത്താവെ എന്നോട് നീ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് അപ്പോഴാ അത്തിക്കായ്കൾ പൂക്കാൻ തുടങ്ങും. പിന്നെ മുന്തിരിവള്ളി സുഗന്ധം വീശുന്നു. പിന്നെ അത് കഴിഞ്ഞ് യേശു അപ്പച്ച ഒന്നുകൂടെ പറയുക, എന്റെ പ്രിയെ എഴുന്നേക്ക്, എന്റെ പ്രിയെ വരിക, എന്റെ സുന്ദരിയെ നീ വരിക. എന്നിട്ട് പറയുന്ന പാറയുടെ പിളർപ്പിലും കടുന്തോക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖം ഒന്ന് കാണട്ടെ. അപ്പം ഈ 2025 ഡിസംബർ വരെ കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുക കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കർത്താവിന്റെ സ്വരം കേട്ടില്ലെങ്കിൽ, നിങ്ങൾ എന്റെ ചിന്തയിൽ എപ്പോഴും ഞാൻ പറയുമായിരുന്നു, 2025 ഡിസംബർ 31 എന്നല്ല, പുറകിലുള്ള എല്ലാ വർഷങ്ങളിലും ഈ 31 ആണ്ടർതി യോഗത്തിൽ ഞാൻ പറയുന്ന ഒരു കർത്താവിനോട് പറയുന്ന നിബന്ധന എന്താണ്? കർത്താവെ എനിക്ക് നിന്റെ സ്വരം കേൾക്കണം, സ്വരം കേൾക്കണം. ഈ വർഷം ആ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാമോ? ഇങ്ങനെ ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് വരെ സ്വരമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ എനിക്ക് പല രീതിയിൽ കർത്താവിനോട് സംസാരിച്ചു, വ്യക്തമായി നിശ്ചയമായി കർത്താവിനോട് സംസാരിച്ചു. പല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നത്തിൽ കൂടെ സംസാരിച്ചു, പതനത്തിൽ കൂടെ സംസാരിച്ചു, ദർശനത്തിൽ കൂടെ സംസാരിച്ചു. കർത്താവിന് സംസാരിക്കുന്നത് അത് ആ സ്വരത്തിന് വേണ്ടി ഇന്നും ഞാൻ കാത്തിരിക്കും. ഇന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവെ ആ സ്വരം ഒന്ന് കേട്ടിപ്പിച്ചിരുന്നെങ്കിൽ, എനിക്ക് ആ മൃദുവായ സ്വരം ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് കർത്താവെ എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്. അപ്പം നമുക്കെല്ലാം ഒരു ആ വാഞ്ച വേണം, കർത്താവെ എന്നോടൊന്ന് സംസാരിക്കണമേ കേട്ടോ.
എന്നിട്ട് ശേഷം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കർത്താവിനോട് കാത്തിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന, അപ്പൊ നമ്മുടെ ആഗ്രഹം കഴിഞ്ഞു. ഇനി കർത്താവ് എന്താ ആഗ്രഹിക്കുന്നേ? നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട, നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട ചില കാര്യങ്ങൾ എന്താണ്? ആ സ്നേഹം, ആ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയാം. നമ്മളില് നമുക്ക് ക്ഷമയുണ്ടോ? ഒന്ന് നിർത്തിക്കോ, നിർത്തി ചിന്തിച്ചോ. നമുക്ക് ക്ഷമയുണ്ടോ? നമുക്ക് ക്ഷമയേ ഉള്ളൂ. പക്ഷേ കർത്താവിന് ദീർഘക്ഷമയാ. കണ്ടോ? നമുക്ക് ദയ മാത്രമേ ഉള്ളൂ. കർത്താവിന് ദീർഘമായി ദയുള്ള, മഹാദയുള്ളവന് അല്ലേ? അപ്പം നമ്മള് കർത്താവിന്റെ മകളാണെങ്കിൽ കർത്താവിന്റെ ക്വാളിറ്റി ഇങ്ങനെ പറയത്തില്ലേ, അമ്മയെ പോലെ തന്നെ മോളും എന്ന് പറയത്തില്ലേ? അതുപോലെ അപ്പനെ പോലെ തന്നെ മോന് എന്ന് പറയുന്ന പോലെ നമ്മൾ ആരാ? നമ്മുടെ അപ്പൻ ആരാ? നമ്മുടെ അപ്പനെ പോലെ വേണം നമ്മള്, അല്ലേ? അപ്പം കർത്താവ് ആഗ്രഹിക്കുന്ന അപ്പനെ പോലെയുള്ള ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ കാണുന്നവർ ആരെ കാണണം? നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായത് കൊണ്ട് യേശുവിനെ കാണണം. അപ്പൊ നമുക്ക് എന്താ ഉള്ളത്? നമ്മൾ സ്നേഹം കാണണം, അല്ലേ? സ്നേഹിക്കണ്ടേ? നമ്മുടെ മുമ്പില് ഒരാള് വേദനയോടെ വന്ന് നിൽക്കുമ്പം അവരെ എനിക്കിപ്പൊ സമയമില്ല എന്ന് പറയാതെ അവരൊന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ കർത്താവിന് ഇഷ്ടം എന്താണെന്നറിയാവോ? കരുണയെ ഇഷ്ടം. യാഗത്തെക്കാൾ കരുണയെ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പൊ നമുക്ക് അവിടെ കരുണ കാണിക്കേണ്ടടുത്ത് കരുണ കാണിക്കണം, ദയ കാണിക്കേണ്ടടുത്ത് ദയ കാണിക്കണം, സമാധാനം ഉണ്ടാക്കേണ്ടടുത്ത് സമാധാനം ഉണ്ടാക്കണം, ക്ഷമ കൊടുക്കേണ്ടടുത്ത് ക്ഷമ കൊടുക്കണം, മറക്കേണ്ടത് മറക്കണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഒരു സമയത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതിനകത്ത് ഏറ്റവും കഠിനമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചത് ഇങ്ങനെയാ. എനിക്ക് മനസ്സുകൊണ്ട് ഇച്ചിരി ക്ഷമിക്കാൻ പാടുള്ളൊരു വിഷയം. ഞാനും മനുഷ്യനാണ്, ഞാൻ ഏഞ്ചൽ അല്ല. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാ. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ഈ വിഷയം എനിക്ക് ക്ഷമിക്കാൻ ഇച്ചിരി പാടാ, എനിക്ക് ഇച്ചിരി പാടാ. കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം കേൾക്കണോ? നീ ക്ഷമിക്കണം, നീ അത് മറക്കണം, എന്നിട്ടോ നീ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവ് ക്ഷമിക്കാം, മറക്കാം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക കൂടെ ചെയ്യാൻ എനിക്ക് ഇച്ചിരി പാടാ. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞ കർത്താവിനോട്. പക്ഷെ ഞാൻ പറയട്ടെ, കർത്താവിന്റെ വിശ്വസ്തത എങ്ങനെയാണെന്നറിയാവോ? നമ്മളെ കൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിക്കും. അതാ കർത്താവ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിച്ചതിന് ശേഷം ദൈവം ചെയ്ത പ്രവൃത്തി കേൾക്കണോ? ഞാൻ എങ്ങനെ ഒരു വ്യക്തിയോട് എനിക്ക് ഇന്ന പോലെ പ്രശ്നമാണേ കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം കർത്താവ് മറക്കാനും ക്ഷമിക്കാനും അനുഗ്രഹിച്ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചോ, അതിനുശേഷം ഞാനാ അനുഗ്രഹിക്കപ്പെട്ടത്. മനസ്സിലായോ? വിട്ടുകൊടുക്കുന്നതിന്റെ മഹത്വം ഞാൻ പറഞ്ഞു തരാം. ക്ഷമിക്കുന്നതിന്റെ മഹത്വം ചെറുതല്ല കേട്ടോ. നമ്മളെ വേദനിപ്പിച്ച, നമ്മളെ വേർപ്പിച്ച, നമ്മളെ ഒന്നുമില്ലാതാക്കിയ കർത്താവിന് ഭയങ്കര പ്രവൃത്തിയാ ഉള്ളത്. അപ്പൊ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ മുഴുവനായിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയാ, അപ്പാ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു അഴുക്ക ഏരിയ ഉണ്ട്, എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഏറെ ഏരിയ ഉണ്ട്. കർത്താവേ എന്നോട് ക്ഷമിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അഴുക്ക് വെച്ചിട്ട് ആരെ കാണാൻ പറ്റത്തില്ല? പറ്റത്തില്ല. ദൈവത്തെ കാണാൻ പറ്റത്തില്ല. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. ആരും ദൈവത്തെ കാണുന്നില്ല. എന്തെങ്കിലും അഴുക്കുണ്ടോ? എന്തെങ്കിലും. ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു പാസ്റ്ററിന്റെ മോളായതുകൊണ്ട് ഞാൻ അങ്ങ് പറയുവാ. നമ്മൾ കൊച്ചുനാൾ മുതലേ പല ചർച്ചകളിലിരുന്ന് പല വിശ്വാസികളെ, പല ടൈപ്പ് വിശ്വാസികളെ ഒക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം അന്നൊക്കെ അസസ് ചെയ്യുന്ന ഒബ്സർവേഷൻ പീരീഡ് ആയിരുന്നു ഫുള്ള്. അപ്പം എല്ലാ ടൈപ്പും നമ്മളിങ്ങനെ കണ്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ പപ്പയോടും മമ്മിയോടും പറഞ്ഞു, മമ്മി ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് കത്രിമേശ എടുത്തു കഴിഞ്ഞാൽ പാപമല്ലേ? ഞാൻ ചോദിക്കുന്ന ഞാൻ ഒബ്സർവ് ചെയ്യും, നന്നായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കത്രിമേശ എടുത്ത പാപമല്ലേ? അപ്പൊ ആ ആന്റി കാണിച്ച പാപമല്ലേ? അത് സിന്നല്ലേ? അപ്പൊ മമ്മിയും പപ്പ എന്നോട് പറയും, മോളെ നീ ആരാ അവരെ വിധിക്കാൻ? നീ ആരുമല്ല വിധിക്കാൻ. നീ ഒന്നും പറയണ്ട, നീ മിണ്ടാതിരുന്ന് നീ നിന്നെ നോക്കിയാ മതി, നീ നാട്ടുകാരെ ആരെയും നോക്കണ്ട. എന്നോട് കറക്റ്റ് പറയുമായിരുന്നു, നീ നാട്ടുകാരെ ആരും വിധിക്കാൻ നീ ആരുമല്ല, നീ ക്ഷമിക്കേണ്ടവളാ, നീ സഹിക്കേണ്ടവളാ, നീ മിണ്ടാതിരിക്കേണ്ടവളാ, നീ ഒരു കാര്യം ചെയ്യണം, നീ ആരെ വിധിക്കാൻ നിൽക്കണ്ട, നീ നിന്നെ തന്നെ നോക്കണം. അപ്പൊ ഞാൻ ഇടയ്ക്ക് തന്നെത്താൻ കർത്താവിനോട് പറയും, കർത്താവാ ദൈവമേ, ഇങ്ങനെങ്ങാനും ഉണ്ടായിരുന്നോ? അസൂയുള്ളവൻ കത്രിമേശയിൽ നിന്ന് എടുക്കരുത് എന്നും, ഭിന്നതയും അസൂയയും പകയുള്ളവനൊന്നും പിണക്കമുള്ളവനൊന്നും കത്രിമേശ എടുക്കല്ലെന്നും കൂടെ ഒരു വചനം ഉണ്ടായിരുന്നെ കത്രിമേശ ആരെങ്കിലും എടുക്കുമായിരുന്നോ? അപ്പൊ ഞാൻ തന്നെ അങ്ങ് പറയോ കർത്താവിനോട്, നീ ആരാ? മന്ത്രിയാന്നോ? നീ ആരാ? രാജാവാണോ നീ ഉപദേശിച്ചു തരാൻ? അപ്പൊ എന്നോട് പരിശുദ്ധാത്മാവ് നീ ആരാ? ദൈവത്തിന് ഉപദേശം കൊടുക്കാൻ ആരുമില്ല, അല്ലേ? അപ്പൊ ഞാനിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ, അയ്യോ കർത്താവേ അവരപ്പൊ എടുക്കത്തില്ലായിരുന്നു, അവർക്കത് പാപമല്ലേ? അയ്യോ കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിൽ അവര് പാപമല്ലേ ചെയ്തേ എന്നൊക്കെ പറയുമ്പോ നമ്മൾ ആരാ വിധിക്കാൻ?
എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം എന്തെന്നറിയോ? നമ്മുടെ ഉള്ളിനെ സമ്പൂർണ്ണമായി കർത്താവിങ്കിലേക്ക് ഏൽപ്പിച്ചിട്ട് പൂർണ്ണ ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കല്ല് കർത്താവിന്റെ സ്വരം കേൾക്കാൻ പറ്റുമെന്ന്. നമ്മൾ വിചാരിക്കല്ല് കർത്താവ് നിങ്ങളോട് കൂടെ അടുത്തിരുന്ന് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ഗൈഡൻസ് തരുമെന്ന്. അഴുക്കുണ്ടെങ്കിൽ കഴുകുക. ദൈവത്താൽ ആ തങ്ക ചോര കൊണ്ട് എന്താ പറയുന്നേ, അവന് തന്റെ അങ്കി തന്റെ രക്തത്താൽ കഴുകി അലക്കി വെളുപ്പിച്ച കുറെ ആൾക്കാരുടെ ഗ്രൂപ്പിനെ പറ്റി വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനകത്ത് നമ്മളും വരണം അല്ലേ? ആ ഫേബാൻഡി വരണം, ബ്ലസ്സി വരണം, നിമി ചേച്ചി വരണം, ദിവ്യാൻഡി വരണം, ഷൈനി ചേച്ചി വരണം. അപ്പൊ നമ്മൾ എല്ലാവരും എവിടെ വരണം? അവിടെ എത്തണം. നമ്മുടെ ഉദ്ദേശം എന്തുവാ? നമുക്ക് ഒറ്റ ഫോക്കസേ ഉള്ളൂ, ഒറ്റ ഒരു ഉദ്ദേശമേ ഉള്ളൂ. കർത്താവിന്റെ വരവിൽ നമ്മൾ കാണണം. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിൻ വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ വരവിൽ നമ്മൾ എത്തപ്പെടണം. അല്ല, നമ്മൾ മരിച്ചാൽ നമ്മുടെ നിത്യതയിൽ നമുക്ക് കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ആ കാഹള ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കണം. നമ്മൾ അന്ന് എഴുന്നേക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇപ്പം ഈ സമയത്ത് നമ്മുടെ സ്വരം, കർത്താവിന്റെ സ്വരം, അത് നമ്മളൊന്ന് കേൾക്കണം. ആ കേട്ടാ മാത്രം പോലെ നമ്മൾ അനുസരിക്കണം. കേട്ട് അപ്പം തിന്നിട്ട് വീണ്ടും ഉറങ്ങരുത്. നമ്മൾ പിന്നെയും എഴുന്നേക്കണം. നമ്മൾ കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാനുണ്ട്. വ്യക്തമായി കർത്താവ് നമ്മളോട് സംസാരിക്കണം. കർത്താവെ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചോദിക്കണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇനി ഞാൻ എങ്ങനെയാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇരിക്കാം. ദൈവമക്കളെ, ഞാൻ ഗംഗാറാം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിലൊക്കെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്. ഈ ഏലിയാമ്മ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു ആന്റി, ആ ആന്റി ഗംഗാറാമിലെ സ്റ്റാഫാ. ആ ആന്റിയുടെ ഹോസ്പിറ്റലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു ദിവസം ഞാൻ ഗംഗാറാമിൽ ജോലി കഴിഞ്ഞ് ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ ഞാൻ വാഷ്റൂമിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ യൂണിഫോം ഇങ്ങനെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, നിന്റെ ലൈഫിന്റെ പർപ്പസ് എന്തുവാ? ഇത് കേൾക്കവേ ഞാൻ വിചാരിച്ചു, എന്താ പർപ്പസ്? എല്ലാവരും ജോലി ചെയ്യുന്നു, എല്ലാവരും പോകുന്നു, അതുപോലെ അതിനപ്പുറത്തോട്ട് എനിക്ക് കൂടുതൽ പർപ്പസ് ഒന്നും എനിക്കറിയില്ല. അപ്പൊ കുഞ്ഞുനാൾ മുതലേ എന്നോടുള്ള ദൈവിക ആലോചനയിൽ ഞാൻ കേൾക്കപ്പെട്ട ദൈവിക ശബ്ദവും ഒക്കെയാണ് ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിറക്കും എന്നുള്ളത്. അപ്പൊ എനിക്ക് എന്റെ ഉള്ളിൽ അറിയാമെങ്കിലും എപ്രകാരം എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്റെ മമ്മിക്ക് 2022 ചെറുതായിട്ടൊരു അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് പോയി. ആ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, OET ചെയ്യുക. അങ്ങനെ ഞാൻ OET ചെയ്തു. അപ്പൊ എനിക്ക് അതെല്ലാം ക്ലിയർ ആയി. അപ്പൊ തന്നെ ഞാൻ എന്റെ പ്രോസസ്സിങ്ങിലിട്ടു. ഞാനും എന്റെ ബ്രദറിന്റെ വൈഫും, എനിക്കൊരു ബ്രദറാണുള്ളത്, അവൻ ദുബായിലാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ന്യൂസിലൻഡിലേക്കുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ദൈവകൃപയാല് ഞാനും എന്റെ സിസ്റ്റർ ജോയും 1 മാസത്തിന്റെ ഡിഫറൻസിൽ ഞങ്ങൾ ന്യൂസിലൻഡിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് അതിനു മുമ്പ് ഞാൻ ഗംഗാറാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് 2 നിയോഗങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇങ്ങനെ പറഞ്ഞ്, കൃപയിൽ നിന്ന് വീഴു പോകുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. 1. 2, ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലോകരാജ്യങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 2 അസൈൻമെന്റ് എന്റെ കർത്താവ് എനിക്ക് തന്നതാ. പക്ഷെ ഞാൻ വിശ്വസിച്ചല്ലായിരുന്നു. എനിക്ക് തുറന്നു പറയുന്നതിന് മടിയൊന്നുമില്ല. ഞാൻ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. ഒന്നും കർത്താവിന്റെ സന്നിധി മുട്ടുമടക്കിയിട്ടില്ല. ഇത് എന്റെ മനസ്സിനകത്തൊരു പെയിൻ, ഒരു ആത്മഭാരം തോന്നുമ്പോഴൊക്കെ ഞാൻ ആ കണ്ണുനീരോടെ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി കരയും. പിന്നെ ഞാനത് മറന്നു പോകും. ഇങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ആ ന്യൂസിലൻഡിൽ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് തിയറിയൊക്കെ ക്ലിയർ ചെയ്ത് ഞാൻ ന്യൂസിലൻഡിൽ പോയി. എനിക്ക് കൊഹോർട്ട് ബാച്ച് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് തിയറിയൊക്കെ ക്ലിയർ ചെയ്ത് പാസ്സായി. ഞാൻ അവിടെ പോയി. അവിടെ ചെന്ന് എനിക്ക് പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. പ്രാക്ടിക്കൽ 2 വീക്കിലേക്കേ ഉള്ളൂ. അപ്പൊ ഈ 2 വീക്ക് കഴിഞ്ഞിട്ട് 2 മാസത്തോളം ഞങ്ങൾ അവിടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല, നമ്മളെ കർത്താവ് സംസാരിക്കാൻ ആഗ്രഹിക്കും. നമ്മളിങ്ങനെ വലിച്ചെടുത്തോണ്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സംസാരിക്കും. കണ്ടോ? ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കുന്ന ദൈവവചനം പറയുന്ന പോലെ എന്നെ അവിടെ കൊണ്ടുപോയത് കർത്താവിന്റെ സ്വരം കേൾപ്പിക്കാനും കർത്താവിന്റെ വാഗ്ദത്തങ്ങളെ ഒന്നുകൂടെ കേൾക്കാനും ഒരു എൻകൗണ്ടറിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഒരു ടെൻഷൻ, എന്തോ ഒരു സ്ട്രെസ് എന്നെ വല്ലാണ്ട് ഭരിച്ചു. അപ്പൊ എനിക്ക് ജോലി കിട്ടുന്നതിലൊന്നും അല്ല, ജോലി കിട്ടുന്നില്ല, അത് സമയങ്ങൾ എടുത്താ കിട്ടുന്നത്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാര് അല്ലാത്തവർക്കൊക്കെ ജോലി എന്താണ്, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, ലൈഫ് ടൈം ലൈസൻസ് ആയി ന്യൂസിലൻഡ് ലൈസൻസ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എപ്പം വേണേലും കേറിപ്പോവാം, എപ്പം വേണേലും ജോലി കിട്ടുന്നതിന്റെ ടെൻഷൻ അല്ല. എനിക്കൊരു കാര്യം മനസ്സിലാക്കി, എന്റെ ഉള്ളിൽ എന്തോ ഇരുന്ന് ഇങ്ങനെ നീറിപ്പുകയ, എന്താ ഇത്ര കാര്യം? അപ്പൊ ഇങ്ങനെ ഓർത്ത്, കർത്താവേ, എന്നാ ഞാൻ 2-3 ദിവസം ഉപവാസം എടുക്കാം.
അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ച അവിടെ ഉണ്ടായിരുന്നു. ആ ചർച്ചില് അവിടെ ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ ഇവിടെ ഇരിക്കുക. ഞാൻ ഈ ഫെയ്ത്ത് ഹോമിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. എന്നോട് ഹൃദ്യമായി സംസാരിക്കണം. ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു. ഈ 3 ദിവസവും ഞാൻ സംസാരിച്ചു. അപ്പൊ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വ്യക്തമായി ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എനിക്കൊരു ഉൾവലിവുണ്ടായി. എനിക്ക് നീ എന്ത് ചെയ്യാനാ ഇവിടെ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നെ കുറിച്ച് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് എനിക്ക് ചെയ്യാമല്ലോ. ന്യൂസിലൻഡിൽ ഒരു ചർച്ച ഉണ്ടാക്കാം. ഇവിടുത്തുള്ള വിശ്വാസികൾക്കൊക്കെ ഒരു പാസ്റ്റാൻഡ് ആയിട്ടൊക്കെ ഇരിക്കാം. ഇവിടെ ഒരു ശുശ്രൂഷ അങ്ങ് തുടങ്ങാം. ഇതൊക്കെ ഞാൻ എന്റെ ബുദ്ധിയിൽ ഞാൻ അങ്ങോട്ടൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ എന്നാ പറയുന്നത്, അങ്ങനെയൊക്കെ അങ്ങ് ഇരിക്കുക. അപ്പോഴുണ്ട് കർത്താവ് എന്നോട് പറയുകയാണ്, ഞാനിങ്ങനെ ഭയങ്കര ആശ്വസിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ദൈവദാസൻ എനിക്ക് ഒരു പ്രവാചകൻ എന്നോട്, ഒരു ദൈവദാസനെ കൂടെ ദൂത് എന്നോട് പറയുക, നിന്നോട് ഞാൻ പറഞ്ഞ അസൈൻമെന്റ് നീ ചെയ്യുന്നുണ്ടോ? നിനക്ക് ഞാൻ 2 കാര്യങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും ഇടിവി നിൽക്കാനും തന്നിട്ടുണ്ടോ? നീ അത് ചെയ്യുന്നുണ്ടോ? നിന്നെക്കുറിച്ചുള്ള ഉദ്ദേശത്തെ നീ തിരിച്ചറിഞ്ഞ് നീ വഴികളെ തിരിച്ചു വിടാനെന്ന്. ഞാനിത് കേൾക്കുകയും എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞാലും കൊണ്ട് തട്ടിക്കളഞ്ഞതാ. അപ്പം എനിക്ക് മനസ്സിലായി, എന്റെ കർത്താവെ എന്നെ ഇത്ര നാൾ ക്ഷമിച്ചല്ലോ. കർത്താവ് എന്നോട് പറഞ്ഞു, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നേഷൻസിന് വേണ്ടി ഇടിവി നിൽക്കണം, ദാസന്മാര്, കൃപയുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി ഇടിവി നിൽക്കണമെന്നും അവർക്ക് വേണ്ടി മുട്ടുമടക്കണമെന്നൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞു. ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള ഭാരം എന്നെ ഭരിക്കാൻ തുടങ്ങി. ഞാൻ ഒത്തിരി കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കാം, ഞാൻ തയ്യാറാ, ഞാൻ സമർപ്പിക്കാം. ഞാൻ അച്ചാച്ചനെ വിളിച്ച് ഞാൻ പറഞ്ഞു, അച്ചാച്ചാ ഇതുപോലെയാ, എന്റെ മനസ്സിന് യാതൊരു സ്വസ്ഥതയില്ല. ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഇരിക്കുക. എന്നോട് കർത്താവ് വ്യക്തമായി സംസാരിച്ചു. ഇനി ഞാൻ പുറംകാലം കൊണ്ട് തട്ടിയാല് എനിക്ക് കർത്താവിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുക. എനിക്കൊരു കാര്യം മനസ്സിലാക്കി, എന്റെ കർത്താവ് എന്നെ കൊണ്ടുവന്ന വഴികളൊക്കെയും ഞാൻ പറയട്ടെ, ഉടഞ്ഞവനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. തകർന്നവനെ, ഒരു തകർച്ചയുള്ളവനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം കർത്താവ് എന്നെ ഉടച്ചതും തകർത്തതും ഒക്കെ മറ്റുള്ളവരെ പണിതെടുക്കാനാണെന്ന് എന്റെ കർത്താവ് എന്നോട് വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഒരു കാര്യം ചെയ്യുക, എന്ന് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുക, എനിക്ക് ടിക്കറ്റ് എടുക്കാമോ? ഞാൻ ഇനിയും ഞാൻ വന്നിട്ട് കുറെ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവിടേക്ക് തിരിച്ചു വന്നു. അപ്പൊ എന്റെ മമ്മിയും എന്റെ ഫാദറും എന്റെ ഇവിടുത്തുള്ള എല്ലാവരും പറഞ്ഞു, നീ കാണിക്കുന്നത് മണ്ടത്തരമല്ലേ? നീ കാണിക്കുന്നത് ശരിയാണോ? ഒന്നും കൂടെ ആലോചിച്ചേ, ശരിയാണോ? ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് അനേകർ ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത കാര്യങ്ങൾ നിനക്ക് കിട്ടിയിട്ട് നിന്റെ കയ്യിൽ ഈ സൗഭാഗ്യം വന്നിട്ട് നീ കാണിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് ഇമ്പോർട്ടന്റ്, എന്റെ ഉള്ളിൽ അതിനൊരു വിലയില്ലാതാക്കി കളഞ്ഞു. തീർച്ചയായിട്ടും എന്റെ ഹൃദയത്തിന് അതിനൊരു ഭാരമേ അല്ല, അതിനൊരു തീർത്തും വിലയില്ല. എന്റെ ഉള്ളിൽ കർത്താവ് എനിക്ക് ഭയങ്കര ഭാരമാ തോന്നി തന്നത്. കുറെ കുഞ്ഞുങ്ങളെ കുറിച്ച്, കുറെ നൂർത്തിനെ കുറിച്ച്, കർത്താവിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്യാൻ ആൾക്കാർ കുറവാണെന്ന്, അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് പെയിൻ തരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഇല്ല, എന്റെ കർത്താവിനറിയാം എന്നെ വിളിച്ചത് വേറെ ആരുമല്ല, ഒരു മനുഷ്യനുമല്ല എന്നെ വിളിച്ചത് കർത്താവാ. എന്റെ കർത്താവാ എനിക്ക് ഉറപ്പ് തന്നത്. നിങ്ങൾക്കറിയാമോ, എനിക്കിവിടെ വന്നപ്പം ഈ പറയുന്ന ഒരു ആത്മീക ബന്ധങ്ങളില്ല, ശുശ്രൂഷ മണ്ഡലങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് സാക്ഷ്യം പറയാൻ അറിയത്തില്ല, കൈ വിറയ്ക്കും, സംസാരിക്കാൻ അറിയത്തില്ല, എന്തോ പറയണം എന്നറിയത്തില്ല, ഞാൻ എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല, വചനത്തിന്റെ ആഴങ്ങളെ എങ്ങനെ മനസ്സിലാക്കണം എന്നറിയത്തില്ല, എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നറിയത്തില്ല, എനിക്കൊന്നും അറിയത്തില്ല. കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, ഒറ്റൊരു വർഷം ഞാൻ ഈ മുറിയിലാ, ഞാൻ ഇവിടെ ഇരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, നീ പല കാര്യങ്ങളെ കണ്ടുകൊണ്ട് ശ്രദ്ധിക്കുക, വചനം ധ്യാനിക്കുക, പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുക, ദൈവസന്നിധിയിൽ സൈലന്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ കർത്താവിനെ ഓർപ്പിച്ച് എന്നറിയാവോ, കർത്താവായി എനിക്കും ഒരു സീസൺ ഓഫ് സൈലൻസ് ഉണ്ടായിരുന്നു. ഞാൻ 12-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ ക്ഷമയോടെ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് 30 തൊട്ട് 33-ാമത്തെ വയസ്സ് വരെയാ ഞാൻ അങ്ങോട്ട് എണ്ണീറ്റത്. അതുകൊണ്ട് സീസൺ ഓഫ് സൈലൻസിൽ നിനക്ക് നീ ധൈര്യമായിട്ടിരുന്നോ, കാത്തിരിക്കുന്ന സമയത്ത് കർത്താവ് നിന്നെ ബലപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ദൈവവചനത്തിൽ നിന്ന് ഞാൻ പഠിക്കാനും വായിക്കാനും ഒക്കെ തുടങ്ങി. ദൈവം എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ദൈവമക്കളെ, എനിക്ക് ഒരു പരിചയമില്ലാത്ത പല വ്യക്തികളാണ് എനിക്ക്. ആന്റി ആ ടൈം അപ്പായോ ആന്റി? സോറി, ഞാൻ ടൈം ശ്രദ്ധിച്ചില്ല ഇല്ല ആന്റി. മോളെ, ഇല്ല 20 മിനിറ്റ്സ് കൂടെ എടുത്തു, 15 മോർ മിനിറ്റ്സ് കൂടെ ഉണ്ട്. ഓക്കെ ആന്റി, ഓക്കെ. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ ഭയങ്കരമായിട്ട് കർത്താവിന്റെ സന്നിധി ഞാൻ എന്നെ തന്നെ താഴ്ത്തി, കർത്താവെ ഇനി എനിക്ക് പറ്റത്തില്ല, എനിക്ക് മനസ്സിലായി കർത്താവ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് മനസ്സിലായി. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ ഞാൻ ഈ മുറിയിൽ നിന്ന് വെളിയിൽ പോലും
ഈവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. കാരണം ഈ അകത്ത മനുഷ്യന് വേണ്ടുന്ന ഫുഡ് കിട്ടുമ്പം ഈ വേറെ എന്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കർത്താവിന്റെ വചനം എനിക്ക് ഭയങ്കര രുചിയുള്ളതും തേനിനേക്കാളിലും തേൻകട്ടയെക്കാളിലും മാധുര്യമേറിയതായിട്ട് എനിക്ക് തോന്നി. എന്റെ ദൈവം എനിക്ക് പല കാര്യങ്ങളെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ ദൈവമക്കളെ. അങ്ങനെയാണ് എൻ്റെ ദൈവം എനിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ, എനിക്കറിയില്ല, എൻ്റെ ബേബി സ്റ്റെപ്സ് കർത്താവ് തന്നെ ഒരുക്കി തന്നെ. എനിക്കുള്ള ശുശ്രൂഷ മുഖാന്തരങ്ങൾ ഒരുക്കി തന്നത് ഒരു വ്യക്തിയല്ല. ഞാൻ പറയട്ടെ, എനിക്ക് എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ ഒരു അഹങ്കാരത്തിന് ഞാൻ പറഞ്ഞ കർത്താവിനോട്, കർത്താവെ ഈ നേഷൻസിന് വേണ്ടിയിട്ടൊക്കെ വിടിവ് നിൽക്കാനും പ്രാർത്ഥിക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ കർത്താവിനോട് ചോദ്യം ചോദിച്ചു കേട്ടോ. ദൈവമക്കളെ, ഞാൻ പറയാ, എനിക്ക് ഒരു ലിങ്ക് അയച്ചു തന്നു ഒരു ആന്റി. എന്നിട്ട് ഞാൻ ആ ലിങ്കിനകത്ത് കയറിയപ്പോൾ ഞാൻ കാണുന്ന ഓരോ മണിക്കൂറും ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാ. അപ്പൊ എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ചൂളിപ്പിച്ച് കളഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, എനിക്ക് കാലിന് മുട്ട് മടക്കാൻ പറ്റാത്ത 5000 പേരെ എനിക്ക് ശേഷിപ്പാൻ അറിയാമെങ്കിൽ എനിക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ കാര്യങ്ങളെ തീരുമാനിക്കുന്ന നീയല്ല കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. ഞാൻ കർത്താവേ, ഞാൻ എന്തൊക്കെ ചോദ്യങ്ങളാ ചോദിക്കുന്നത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒത്തിരി കാര്യങ്ങൾ അറിയാണ്ടങ്ങ് ചോദിക്കാൻ അപ്പൻ എന്ന രീതിയിലൊക്കെ ചോദിച്ചു പോന്നതാ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇന്ന് നിന്നോടാ വിളി, പക്ഷെ നീ എഴുന്നേറ്റില്ലെങ്കിൽ നാളെ വേറൊരാളെ എഴുന്നേൽപ്പിക്കും കേട്ടോ. ഇന്ന് നിന്റെ സീസൺ എങ്കിൽ ഇന്ന് നീ എഴുന്നേറ്റില്ലെങ്കിൽ, ഈ ശബ്ദം കേട്ടിട്ടും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, എഴുന്നേറ്റില്ലെങ്കിൽ നാളെ വേറെ ഒരുത്തന്നെ എഴുന്നേൽപ്പിക്കും. കർത്താവിന്റെ പ്രവർത്തിക്ക് കർത്താവിന് ആരെ കൊണ്ടും പ്രവർത്തി ചെയ്യാം, ആർക്കൊണ്ടും പണി ചെയ്യാം. അതുകൊണ്ട് കർത്താവ് ഒരു കാക്കയെ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയും, ഒരു പുഴുവിനെ കൊണ്ട് കഴിയും, ഒരു കഴുതയെ കൊണ്ട് കഴിയും. നമുക്കറിയത്തില്ലേ, പുഴുവിനെ കൊണ്ട് ആവണക്കിന്റെ ആ മരത്തിനെ കുത്തിക്കളഞ്ഞോ, കഴുതയെ കൊണ്ട് ആരോട് സംസാരിച്ചോ, ബാലക്കനോട് സംസാരിച്ചോ. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിന് ഇങ്ങനെ ആരെന്നൊന്നുമില്ല. കർത്താവിന് കാറ്റിനെ തന്റെ ദൂതന്മാരാക്കി, അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കി ചലിപ്പിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ആരെയും ഉപയോഗിക്കും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറക്കും. ഇല്ല, നിങ്ങൾ മാനസികമായ ഞെരുക്കത്തിലാണോ, കർത്താവ് നിങ്ങളെ മാനസികമായ ഡിപ്രഷൻ പോലുള്ള എല്ലാ ഞെരുക്കങ്ങളെയും എടുത്ത് ദൂരെ കളയും. ഇനി നിങ്ങൾക്ക് ഫിനാൻഷ്യലി വല്ല പ്രോബ്ലംസ് ആണോ, അവിടെയും കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി ചെയ്തു തരും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവന്റെ വാക്ക് എപ്പോഴും ഉവെന്ന് പറഞ്ഞാൽ ഉവന്ന. പക്ഷേ നമ്മൾ കാത്തിരിക്കേണ്ട ചില കാത്തിരിപ്പുകളില് കർത്താവിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആ കുറുപ്രാവിന്റെ സ്വരം, ആ പരിശുദ്ധാത്മാവിന്റെ സ്വരം, അത് കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ ചെവിയെ നമുക്ക് കൂർപ്പിക്കാം. നമ്മൾ ഒന്നുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവെ നീ എന്നോട് സംസാരിക്കണമേ, എന്റെ ചെവിക്ക് അത് ഇമ്പമുള്ള സ്വരം എന്നോടൊന്ന് കേൾപ്പിക്കണമേ, ഞാനൊന്ന് കേൾക്കട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ കർത്താവെ, നിന്റെ മുഖം ഞാനൊന്ന് കേൾക്കട്ടെ കർത്താവ്, കാണട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് കാത്തിരിക്കാം. അപ്പം അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴാ കർത്താവ് നമ്മളോട് പറയുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകുക, ഇന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇന്ന കാര്യത്തിന് വേണ്ടി നീ കൈവച്ചോ, നീ എഴുന്നേറ്റോ, നിന്റെ കാൽ ഇതിലേക്ക് വെക്ക് എന്ന് പരിശുദ്ധാത്മാവ് പറയുമ്പോൾ നിന്റെ കാലുകൾക്ക് മാൻപേയുടെ കാലുകൾക്ക് തുല്യമാക്കി വേഗത വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഉറപ്പിച്ചോ, നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉറച്ചോ, നിങ്ങളുടെ എന്ത് കാര്യങ്ങളാണേലും, അത് ഏത് വിധത്തിലെ പ്രയാസങ്ങളാണേലും, അത് ശാരീരികമായിക്കോട്ടെ, ശാരീരിക പ്രയാസങ്ങളിൽ ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ സാക്ഷ്യം അത്ര പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികമായി പറയുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവം എനിക്ക് ചെയ്ത ഉപകാരങ്ങൾ ചെറുതല്ല. ദൈവം എന്റെ ശരീരത്തിന്മേലും അനവധി കഷ്ടങ്ങൾ അനുഭവിച്ചപ്പോഴാണ് ഞാൻ. ദൈവം എനിക്ക് അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രം, ഒരു യോഗ്യതയും ഇല്ലാത്തത് കൊണ്ട് ഇല്ലാഞ്ഞിട്ടും കർത്താവാണ് എനിക്ക് വേണ്ടി സകലതും ഏറ്റവും നന്നായും ഭംഗിയായും ചെയ്തു തന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ, ഞാനെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ലായിരുന്നു, എന്റെ കുഞ്ഞുനാള് മുതലേ എന്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാനത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഗംഗാറാമിൽ ഞാൻ ജോലിക്ക് വരുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് എന്റെ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന്. ഞാൻ എന്റെ ജീവിതത്തിൽ വളരെയധികം നിരാശയിലോട്ട് കയറിപ്പോയ, പിന്നെയും വിഷമത്തിലോട്ട് കയറിപ്പോയ ഒരു സമയമാ ഞാൻ ഗംഗാറാമിൽ ജോലിക്ക് കയറിയ സമയത്ത്. എന്നോട് പറഞ്ഞു, ഇതുപോലെ എന്താ പറയാ, നിനക്ക് എങ്ങനെയാ ജോലി ചെയ്യാൻ പറ്റുന്നത്, ഇങ്ങനെ പ്രോബ്ലത്തിൽ ഇരിക്കുമ്പോൾ നീ എങ്ങനെ ജോലി ചെയ്യും, എന്നോട് ചോദിച്ച ചോദ്യം ഇങ്ങനെ, എപ്രകാരം നീ ജോലി ചെയ്യാനൊക്കും എന്നൊക്കെ പറഞ്ഞൊരു സമയത്ത് ഞാൻ പറയട്ടെ, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത് ചെറുതല്ല കേട്ടോ. കർത്താവ് തന്നെയാ എനിക്ക് വേണ്ടിയിട്ട് അത്ഭുതങ്ങളെ ചെയ്തത്, എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത് കർത്താവ്. ഒരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ മക്കൾക്ക് വേണ്ടി കരുതും.
കരുതും ഇല്ലേ? നിങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി പറയുക, നിങ്ങളുടെ ജീവിതത്തിലും എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത് നിങ്ങൾ ആസ്വദിക്കുന്ന, നിങ്ങൾ കർത്താവിന്റെ വചനം ആസ്വദിക്കുന്നത് പോലെ നിങ്ങൾ ആശ്രയിക്കുന്നത് ഒരു ജീവനുള്ള അപ്പനെ, ജീവനുള്ള ഒരു ദൈവമാണ്. അത് നിങ്ങളുടെ സ്വന്തം അപ്പന. അപ്പനെ പോലെ കരുണയുള്ളവൻ ആരുണ്ട് അല്ലെ? അപ്പന് കരുണ തോന്നുന്നത് അപ്പൻ തന്റെ മക്കളോട് കരുണ പോലെ ഞാൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നും അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നും പറഞ്ഞ ഒരു നല്ല പിതാവാ കൂടെയുള്ള. അതുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളുടെ എന്ത് പ്രശ്നമുണ്ടോ നിങ്ങൾ ആശ്രയിച്ചാൽ മാത്രം മതി. നിങ്ങൾ ആശ്രയിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കും, യഹോവ തന്നെ ആശ്രയമായിരിക്കും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം വചനം പറയുന്നത് പോലെ ഈ ആശ്രയം കർത്താവിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കർത്താവ് തള്ളിക്കളയത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല, നിങ്ങളുടെ പ്രയാസങ്ങളിൽ കൂടെയിരിക്കും. ഒരിക്കലും ഒരിക്കലും കൈവിടുന്ന ദൈവമേ അല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ ആശ്വാസം. സോറി, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ജയ ആന്റി, പ്രൈസ് ഗോഡ്. ജയ ആന്റി, ജയ രവി ആന്റി, ഐ എം സോറി, ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഈ ജയ ആന്റി എനിക്കറിയുന്ന ആന്റിയാണ്. ഓക്കെ, പ്രൈസ് ഗോഡ്, താങ്ക് ഗോഡ്. അപ്പൊ ഞാൻ പറയുന്നത് കർത്താവിന് എന്താ പറയുന്നത്, ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ നിരാശകളിൽ, നിങ്ങളുടെ വേദനകളിൽ കർത്താവ് കയ്യെ പിടിക്കുന്നവനായി കൂടെയുണ്ട്. വേദനകൾ എന്തുമായിക്കോട്ടെ, അത് രോഗമായിക്കോട്ടെ, ശാരീരികമായിക്കോട്ടെ, മാനസികമായിക്കോട്ടെ, നിങ്ങൾക്ക് ഇനി ഒരു കുഴിക്കകത്ത് കിടക്കുക, നിങ്ങൾക്ക് ഒരിക്കലും ആ കുഴിക്കകത്തുനിന്ന് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ലെന്ന് നിങ്ങളാ ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവിന് ആ കുഴിക്കകത്തുനിന്ന് മുകളിലോട്ട് പിടിച്ചു നിർത്താനും കാല് വെപ്പിക്കാനും മുമ്പോട്ട് നടത്താനും കർത്താവിനറിയാം. അതുകൊണ്ട് വിശ്വാസത്തോടെ, ധൈര്യത്തോടെ നിങ്ങൾ ഇന്ന് ഉറച്ചോ. ഇനി നമ്മൾ വായിച്ച വചനം ഇങ്ങനെയാ. എന്റെ പ്രിയൻ എന്നോട് പറഞ്ഞത്, എന്റെ പ്രിയ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക, എന്റെ സുന്ദരി എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വന്നു, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു, കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അപ്പൊ നമ്മളോട് കർത്താവ് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് എഴുന്നേക്ക്, നിങ്ങളൊന്ന് അടുത്ത് വാ, വചനം വായിക്ക്, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്ക്. എന്നിട്ടോ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ നമുക്കൊന്ന് പറയാം, എല്ലാവരോടും പറയാം. കർത്താവ് കൂടെ ഇരിക്കും. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും, എല്ലാ പ്രയാസങ്ങളും കർത്താവിന്റെ സാന്നിധ്യം ഏറ്റവും അടുത്തുണ്ടെന്നേ. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പോലും നിങ്ങളുടെ അടുത്തുണ്ട്. ആ സാന്നിധ്യത്തെ നിങ്ങളൊന്ന് ഗ്രഹിക്കണം കേട്ടോ. അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അപ്പൊ ഇത്രയും നേരം കർത്താവിന്റെ വചനവും നിൽക്കുവാൻ അടിയനെ ബലപ്പെടുത്തിയ അങ്ങയുടെ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അപ്പ കർത്താവെ, നീ കേൾപ്പിച്ചതുപോലെ നിന്റെ വചനം എടുക്കുവാൻ, കർത്താവെ നിന്റെ സ്വരം കേൾക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അങ്ങാണല്ലോ കർത്താവെ. അങ്ങ് തന്നെ ഞങ്ങളുടെ മേൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് കർത്താവെ പൂവിടുന്ന ഒരു സമയമുണ്ടെന്ന്, ഞങ്ങൾക്കൊരു വസന്തകാലം ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ശീതകാലം, ആ കഷ്ടതയുടെ, ആ കണ്ണുനീരിന്റെ കാലം തീർന്നു പോയെന്ന്, ഇനി ഒരു പൂവിടലിന്റെ സമയമായെന്ന്, തടകൊളം എണ്ണിക്കേണ്ട സമയമാണെന്ന് കർത്താവെ ദൈവമക്കളോട് സംസാരിച്ച സ്തോത്രം ചെയ്തു കർത്താവെ. ഒന്നുമല്ല, ഒന്നുകൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവിന്റെ സ്നേഹം അടിയനോട് കൂടെ ഇരുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ രക്തത്തിൽ കർത്താവെ, ഈ ഡിവൈസിലുള്ള കർത്താവെ, 112 ഡിവൈസിലുള്ള എല്ലാ കുടുംബങ്ങളും യേശുവിന്റെ രക്തത്തിൽ മുദ്രയിടുന്നു. അവർ മാനസികമായി, ശാരീരികമായി ഏത് വിഷയങ്ങളും ഭാരപ്പെടുന്നു, എല്ലാത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതകാരം വെളിപ്പെടാൻ പോകുന്ന സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതകാരം അത് ഈ ഡിസംബർ കർത്താവെ ഹല്ലേലൂയ 25 തീരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് കാണാൻ പോകുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവർ ആഗ്രഹിക്കുന്നതിനെ അവർ കൊടുക്കണമേ, അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി കർത്താവെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേട്ടുത്തരം വല്ലതാണ്. ആമേൻ.